വായനക്കാരൻ മരണത്തിനു മുമ്പ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് ആർ മാർട്ടിന്റെ നല്ല വാക്കുകളിലൂടാവട്ടെ നമ്മുടെ ഇന്നത്തെ ദിവസം. SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം അവതരിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണമായ വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു ദിനമാണിന്ന്. എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നതിനായി 1ാം വർഷ മലയാളം BEd വിദ്യാർത്ഥിനി ലിഖിത എമ്മിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു പുസ്തകം തരുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്ത്. എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകളെ ഓർമ്മിച്ചുകൊണ്ട് SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകമായ കല്യാണി മാധവം എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയായ ആശാ അഭിലാഷിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉത്തരാധുനിക സാഹിത്യ ലോകത്തിൽ വ്യക്തി അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ലോകത്തെ മാറ്റി നിർത്താത്ത നോവലിസ്റ്റാണ് ആശാ അഭിലാഷ്. നൂൽപ്പാവകൾ എന്ന മറ്റൊരു നോവലും ആശാ അഭിലാഷിൻ്റെതായിട്ടുണ്ട്. കല്യാണി മാധവം 6ാം പതിപ്പിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ നിരൂപണത്തിനായി ചേർന്നിരിക്കുന്ന SNM-TCയുടെ പൂർവ്വ വിദ്യാർത്ഥിയും എഡിറ്ററും എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ ജിഷ ടീച്ചറെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്ററായ കൃഷ്ണകുമാർ സാർ, ഹീര ടീച്ചർ, സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലേന ടി, മോഡറേറ്ററായി ചേർന്നിരിക്കുന്ന ആതിര മനോജ്, നന്ദി പറയാനായി പോകുന്ന നേഹ, ഇവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗഹൃദത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി ലിഖിത. കല്യാണിയുടെയും മാധവന്റെയും പ്രണയജീവിതം പറയുന്ന കഠിനാധ്വാനത്തിന്റെ നാൾവഴികൾ താണ്ടി ഉയരങ്ങൾ കീഴടക്കി തങ്ങളുടെ തലമുറയെ പുതുപാഠം പഠിപ്പിച്ച ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ ഉൾത്തുടിപ്പാർന്ന നോവലാണ് ആശാ അഭിലാഷിന്റെ കല്യാണി മാധവം. മനോഹരമായ നോവൽ നിരൂപണത്തിനായി അധ്യാപികയും SNM ട്രെയിനിങ് പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ജിഷ ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ നിങ്ങളെ ഈ പുസ്തകം ഒന്ന് ജസ്റ്റ് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ പുസ്തകം കല്യാണി മാധവം. ഏകദേശം 40 അധ്യായങ്ങളായിട്ടാണ് ഈ 384 പേജുകളുള്ള ഈ നോവല് വ്യാപിച്ചു കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിക്കാൻ അതായത് ഇത് കയ്യിൽ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ഈ പുസ്തകത്തെ പറ്റി കേട്ടിട്ടില്ല. അത്യാവശ്യം ഇപ്പൊ വൈറലായ ഒരുവിധം പുസ്തകങ്ങൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഈ പുതിയ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ല. ഞാൻ പ്രഥമ പ്രതിശ്രുതി എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് അവതരിപ്പിക്കാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ മാഷ് എന്നോട് പറഞ്ഞു ഒരു പുതിയ പുസ്തകം തന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ സ്കൂളിലേക്ക് ഒരു പുസ്തകം കൊണ്ടുവരുന്ന ആള് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ നിമ്നരെയൊക്കെ ബുക്ക് വായിച്ചു. അത് പിന്നെ ഇവിടെ എന്തായാലും അവതരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഒന്ന് കല്യാണി മാധവവും മറ്റൊന്ന് മെർക്കുറി ഐലൻഡും. ഈ പുസ്തകം കിട്ടിയ വശം തന്നെ എനിക്ക് ഇതിനോടൊരു അഭിനിവേശം തോന്നുകയും എന്നാൽ ഇത് തന്നെ എടുത്തൊന്ന് വായിക്കാം, ഇത് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇതിന്റെ എഴുത്തുകാരിയെ നോക്കിയപ്പോഴാണ് നമുക്ക് എനിക്ക് പരിചയമില്ലാത്തൊരു എഴുത്തുകാരിയാണ് ഈ ആശാ അഭിലാഷ്. ഒരുവിധം എഴുത്തുകാരൊക്കെ നമ്മുടെ FB സുഹൃത്തുക്കളും കാര്യങ്ങളുമാണ്. അവരിലൂടെ ആയാലും പല പുസ്തകങ്ങളും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആശയെ ഒരു തരത്തിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. പിന്നീട് ഈ കുട്ടി എവിടെയാണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ കുട്ടി ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു നേഴ്സാണ്. അപ്പൊ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഫോൺ നമ്പർ നോക്കുമ്പോ ഇല്ലേ, മാൻകൈൻഡിലേക്ക് വിളിച്ചപ്പോ അവര് ഫോൺ നമ്പർ തന്നില്ല. അവര് പറഞ്ഞ് ഇൻസ്റ്റയെ ഫോളോ ചെയ്യാൻ പറയും. ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇൻസ്റ്റ ID കിട്ടില്ല. അവസാനം ഇതിലൊരു മെയിൽ ID ഉണ്ടായിരുന്നു, മെയിൽ അയച്ചു.
മെയിൽ അയച്ചപ്പോഴും ആളുടെ ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടില്ല. എന്തോ എൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ അവസാനം ഫേസ്ബുക്ക് എടുത്ത് കല്യാണി മാധവൻ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ആശയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടുന്നത്. അങ്ങനെ ആശയുമായി ചാറ്റ് ചെയ്തു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആശനെ അതായത് ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ എഴുത്തുകാരെ കൂടി അറിയുമ്പോൾ നമുക്കതൊരു എന്താ പറയാ, ഒരു പ്രത്യേക അനുഭൂതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ആയിട്ട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ പറ്റുന്ന എഴുത്തുകാരെയൊക്കെ വിളിച്ച് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ കല്യാണി മാധവം ഞാൻ തിരഞ്ഞെടുക്കുന്നത്, പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയാ, വല്ലാത്തൊരു സന്തോഷായിരുന്നു. അതായത് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും നമ്മുടെ മനസ്സ്, അതായത് ഒരു പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന, അതായത് പച്ചപ്പ് നിറഞ്ഞ വയലേലകള് ചുറ്റുമുള്ള ഇടത്തിലൂടെ ഒരു ബസ്സിലിരുന്ന് നമ്മുടെ 80കളിലെയും 90കളിലെയും നൊസ്റ്റാൾജിക് പ്രണയഗാനങ്ങൾ കേട്ട് മനസ്സിങ്ങനെ അലസമായി ഒഴുകിപ്പോകുന്ന ഒരനുഭൂതിയാണ് ഈ നോവല് വായിച്ചിരുന്ന ഓരോ സമയത്തും ഞാൻ അനുഭവിച്ചത്. എം.ടിയുടെയും അതുപോലെ തകഴിയുടെ ഒക്കെ പഴയ നോവല് വായിക്കുന്ന അതിൻ്റെ ഒരു പുതിയ വേർഷൻ, ആ പഴയ നോവലുകളിലൂടെ നമ്മൾ തറവാടിന്റെ കഥകളൊക്കെ കൂടുതൽ അങ്ങനെ തന്നെയാണ് വായിച്ച് അനുഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു അനുഭവം തന്നെയാണ് ആശ കല്യാണി മാധവത്തിലൂടെ നമുക്ക് തരുന്നത്. ഇത് ഒരു ഈഴവ തറവാടിന്റെ കഥയാണ്. സ്വാഭാവികമായും നമ്മൾ എം.ടിയെയും തകഴിയൊക്കെ വായിച്ചപ്പോൾ വലിയ വലിയ സവർണ കുടുംബങ്ങളുടെ കഥയാണ് നമ്മൾ ഭൂരിഭാഗവും വായിച്ചിട്ടുള്ളതെങ്കിൽ ഇതൊരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ഈഴവ തറവാടിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഈ നോവല് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാനിതിലെ നോവലിസ്റ്റിനോടൊന്ന് ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആള് കയറിക്കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ചോദിക്കാവുന്നതുള്ളൂ. ആള് 2022 ഈ നോവൽ എഴുതുന്നത്. ഇപ്പൊ ഏകദേശം 5 വർഷമായിട്ട് ആള് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ ഇരുന്ന് തന്നെയാണ് ഈ നോവൽ മുഴുവനും എഴുതിയത് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കൗതുകം തന്നെ തോന്നി. കാരണം ഇതിന്റെ ആഖ്യാന ശൈലി മുഴുവനും നമ്മുടെ തനിനാടൻ എന്ന് പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് വായിച്ചു കഴിഞ്ഞാൽ ആശ, ഹായ് ആശ, നമ്മുടെ എഴുത്തുകാരി വന്നിട്ടുണ്ട് ആശ. ഓക്കെ ആശ, അങ്ങനെ എന്താ പറഞ്ഞേ, അതായത് ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഇതിൽ ചെയ്യുന്നത്. കാനഡയിലെ കാൽഗരി എന്ന നഗരത്തിൽ നിന്നാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത്. അതായത് കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെ ഈ അഞ്ജന എന്ന അമ്മാളുമാണ്. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ആശയുടെ വേറൊരു വേർഷനാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആശ എന്ന് പറയുന്ന ഒരു കുട്ടി തന്നെയാണ്. അവളുടെ ഓർമ്മകളിൽ അതിൽ ആള് പറയുന്നുണ്ട്, ആളുടെ ഇത് ജീവിതഗന്ധിയായ കഥയൊന്നുമല്ല, ആത്മകഥാപരമായ നോവലുമല്ല. പക്ഷേ അവരുടെ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ജീവിതമാണ്, അവരുടെ ആ സ്നേഹബന്ധവും കെട്ടുറപ്പുള്ള ഒരു ലൈഫാണ് ഈ കഥ എഴുതാനുള്ള ഒരു ത്രെഡ് എന്ന് അവർ പറയുന്നുണ്ട്. അത് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇത് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയത്, ഈ ന്യൂസിലൻഡ് 2022 ന്യൂസിലൻഡിൽ ഇരുന്ന് കുറെ 5 വർഷം എത്രയായി നാട്ടിൽ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ടും ഇത്ര മനോഹരമായ ഭാഷ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി താഴെ വെക്കില്ല. അത്രയും ലളിതമായ ഭാഷയിൽ ഇത്രയും ഭംഗിയായി ഒരു
പുസ്തകം എഴുതാൻ സാധിച്ചു എന്നതിൽ ആശയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. ഇനി ഇതിലെ കഥ പെട്ടെന്ന് ഞാനിത് കഥ മുഴുവനൊന്നും പറയുന്നില്ല, കാരണം പുസ്തകം വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ. എന്നാലും ഒരു ചെറുതായിട്ട് ഒരു ബ്ലൂ പ്രിന്റ്, കഥയുടെ ചെറിയൊരു ഇത് മാത്രമാണ് പറയുന്നത്. ഈ കാനഡയിലുള്ള ഈ കുട്ടി അമ്മാളു ആണ് പെട്ടെന്ന് മുത്തശ്ശിക്ക് വയ്യ, മുത്തശ്ശി തറവാട്ടിൽ കിടന്ന് മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം കേട്ട് അവള് ഞെട്ടിത്തരിച്ച് അവളുടെ ഓർമ്മകളിലൂടെ അവള് പോവുകയാണ് ചെയ്യുന്നത്. കുമരിമുക്ക് എന്ന് പറയുന്നതാണ് അതിലെ ഗ്രാമം. കുമരിമുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലെ കാവുംപാട്ട് തറവാട് വീട്ടില് മാധവനിൽ നിന്നാണ് ഈ കല്യാണി മാധവം എന്ന് പറയുന്ന ഒരു കഥ തുടങ്ങുന്നത്. കൊച്ചൂട്ടന്റെയും കാർത്യായനി അമ്മയുടെയും 3 മക്കളാണ് മാധവനും അച്യുതനും മാലതിയും. ഇതിൽ മാധവന്റെയും കല്യാണിയുടെയും പ്രണയത്തിലൂടെയും വിവാഹത്തിലൂടെയും വിപുലമാകുന്ന കാവുംപാട് തറവാടും കല്യാണി മാധവത്തിലെ ഒരു അത്യാവശ്യം വലിയൊരു പുസ്തകമാണ്. അതിലെ കഥ മുഴുവനും ആ ഒരു തറവാടിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. തേവാരശ്ശേരിയിലെ ശേഖരന്റെ സഹോദരീ പുത്രിയായ കല്യാണിയോട് മാധവന് അവന്റെ 21-ാം വയസ്സിൽ തോന്നുന്ന പ്രണയമാണ് ഈ നോവലിലെ എന്താ പറയാ അതിന്റെ മെഴുക്ക് എന്ന് പറഞ്ഞു, അതിന്റെ എണ്ണ എന്ന് പറഞ്ഞു, അതിലെ ആ ഒരു സത്ത നമ്മൾ വായിക്കുമ്പോൾ മുഴുവനും അനുഭവിക്കുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അതിലെ ആ പ്രണയമാണ്. ആ മാധവന് കല്യാണിയോട് തോന്നുന്ന പ്രണയം, അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കാര്യമില്ല. അത് എന്ന് തുടങ്ങുന്നു നോവലില് ഒരു രണ്ടാം അധ്യായത്തിലോ മറ്റോ ആണ് കാണുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്ന ആ പ്രണയം അവസാനം ഇവരുടെ മരണത്തിൽ വരെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അതായത് വേറെ ഒരു വ്യതിചലനങ്ങളില്ലാതെ, വേറൊരു കാഴ്ചയില്ലാതെ, വേറൊരു കാഴ്ചപ്പാടില്ലാതെ എന്താ പറയാ ആ പ്രണയത്തിന്റെ ആ ഒരു സംഘർഷവുമില്ലാത്ത ആ ഒഴുക്ക് അതിമനോഹരമായി ആ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കാനുള്ള ആശയുടെ ആ ഒരു ആഖ്യാന ശൈലി പ്രത്യേകം അഭിനന്ദനാർഹമാണ്. പിന്നെ ഇതിലെ അതിഭാവുകത്വം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതായത് ഒരു പച്ചയായ മനുഷ്യ ജീവിതങ്ങൾ, ഒരു പൊള്ളത്തരവും ഇതില് കഥയില് ഒന്നും പറയുന്നില്ല. പച്ചയായി ഒഴുകിപ്പോകുന്ന ഭാഷയും പച്ചയായ ജീവിതവും മാത്രം. നമ്മുടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മസംഘർഷങ്ങളും പ്രശ്നങ്ങളും അതിനെ നീണ്ടു പോകുന്ന യാത്രകളും അല്ലാതെ പ്രത്യേകിച്ച് പറയാൻ ഒരു സംഘർഷമോ ഒരു സംഘട്ടനങ്ങളോ ഒന്നും ഈ നോവലിലില്ല. വളരെ കരുതലുള്ള ഒരു അച്ഛന്റെ ഒരു കുടുംബത്തിൽ നിന്നാണ് മാധവൻ ജനിക്കുന്നത്. കൊച്ചൂട്ടനും കാർത്യായനിയമ്മയും. കൊച്ചൂട്ടൻ ഇവരുടെ വിവാഹം, അതായത് തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ മാധവൻ വന്ന് അവന്റെ അച്ഛനോടും അവന്റെ കുടുംബത്തിലാണ് ആദ്യം പെൺകുട്ടിയോട് ചോദിക്കുന്നു. അവൾക്ക് താല്പര്യമാണെന്ന് പറയുന്ന പക്ഷം നേരെ വീട്ടിൽ ചെന്ന് പറയുന്നു. വീട്ടുകാർ നേരെ കല്യാണം ആലോചിച്ച് പോകുന്നു. അവിടെ വെച്ച് അവരുടെ കല്യാണം നടത്തുന്നു. വളരെ സ്വാഭാവികമായ ഒരു യാത്ര. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ മകനും മരുമകൾക്കുമായി ഈ കൊച്ചൂട്ടൻ അയാൾ സമ്പാദിച്ച പറമ്പ് വീട് വെക്കാൻ കൊടുക്കുകയാണ്. അതായത് ഇവരുടെ ഒരു ചെറിയ വീട്, അവിടെ ഒരു ഫാമിലി, ആ വീട് വലുതാക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾക്ക് നല്ലത് എന്ന് വെച്ചിട്ട് മകന് വേണ്ടി അദ്ദേഹം ഒരു പറമ്പ് കൊടുക്കുന്നു. ആ പറമ്പിൽ അദ്ദേഹം കല്യാണിയും മാധവനും അവരുടെ കുടുംബത്തിന്റെ അടിത്തറ പാകുകയാണ്. ആദ്യം ചെറിയ
ചെറുതായി കുത്തിക്കെട്ടിയ ചെറിയൊരു പെരയായിരുന്നു അത്. അവിടെ വെച്ച് എന്താണോ അച്ഛൻ ചെയ്തത് അതേ പാത തന്നെയാണ് മകനും പിന്തുടരുന്നത്. അതാണ് ഈ നോവലിലെ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതായത് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അച്ഛൻ എന്ത് ചെയ്തു, അച്ഛന്റെ മക്കളെ വളരെ ഭംഗിയായി നന്നായി വളർത്തി, അവർക്ക് കല്യാണപ്രായമായപ്പോൾ അവരെ വിവാഹം ചെയ്ത് കൊടുത്തു, അവരെ മാറ്റി. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇവരൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. അവരുടെ പ്രണയത്തിലൂടെ തന്നെയാണ്, അവരുടെ പരസ്പരമായ കെയറിങ്, ആ ശ്രദ്ധയിലൂടെ തന്നെയാണ് ഇവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് കല്യാണിക്ക് 9 കുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ 6 കുട്ടികൾ ഉണ്ടാവുകയും അതില് 2 കുട്ടികൾ മരണപ്പെടുകയും ബാക്കി 4 മക്കളിലൂടെയാണ് ഇവരുടെ ജീവിതം, കല്യാണിയുടെയും മാധവന്റെയും ജീവിതം തുടർന്നു പോകുന്നത്. ശിവരാമൻ, രഘുരാമൻ, സേതു, സുമതി, അങ്ങനെ 4 മക്കളാണ് ഈ മാധവൻ ഉണ്ടാകുന്നത്. ഈ 4 മക്കളെയും ഒരേപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തുന്നു. അവരെ ആദ്യകാലങ്ങളിലൊക്കെ ഇതില് പിന്നെ ഒരു സംഘർഷം, ഇപ്പൊ നമുക്കറിയാലോ, ഒരു എല്ലാത്തിലും ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തന്നെയാണ്. മക്കൾ കൂടുന്നതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ മക്കൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയുള്ളൊരു വിയോഗങ്ങൾ ഉണ്ടായിരിക്കും. ശിവരാമന്റെ, അതായത് മാധവന്റെ 2ാമത്തെ മകളായ തങ്കമണിയുടെ വിയോഗം. ആ കുട്ടി അവര് സ്കൂളിൽ പോകുന്ന വഴിയില് വെള്ളത്തില് ശിവരാമന്റെ കയ്യിൽ നിന്ന്, ശിവരാമന് അനാത്തി എന്ന് വെച്ചാൽ ജീവന്റെ ജീവനായിരുന്നു. അനിയത്തിക്ക് വേണ്ടി മാത്രം, അവര് തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവര് വളരെ സന്തോഷത്തോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. എപ്പോഴും അനിയത്തിയെ കരുതലോടുകൂടിയും സ്നേഹത്തോടു കൂടിയാണ് ശിവരാമൻ കൊണ്ട് നടന്നിരുന്നത്. പക്ഷെ ഒരു മഴക്കാലത്ത് ഈ ഒരു തോട്ടിലേക്ക് തന്റെ കൈ വിട്ട് അനുജത്തി ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ആ മരണം ആ വീടിനെ മുഴുവനും കുലുക്കിക്കളയുന്നു. പ്രത്യേകിച്ച് ശിവരാമനെ തകർത്ത് കളയുന്നുണ്ട്. അതിനുശേഷം അവർക്കുണ്ടായ മറ്റൊരു കുട്ടി കൂടി മരണപ്പെടുന്നുണ്ട്. അങ്ങനെ ആ 2 കുട്ടികളുടെ മരണം മാധവന്റെയും കല്യാണിയുടെയും ജീവിതത്തിലെ ഒരു തീരാ വേദനയായി മാറുന്നുണ്ട്. പിന്നീട് കുട്ടികളുടെ എനിക്കിതില് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികള് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നതിനെ പറ്റി, അതായത് ശിവരാമനൊക്കെ പഠിക്കുന്ന കുട്ടിയായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. പക്ഷേ പഠനത്തിന് വലിയൊരു പ്രാധാന്യം നൽകുന്ന കാലഘട്ടമായിരുന്നില്ല അന്ന്. അപ്പൊ മാധവൻ പറയുന്നുണ്ട്, അപ്പൊ കല്യാണിക്ക് സാറുമാര് വീട്ടിൽ അന്വേഷിച്ചു വരുന്നുണ്ട് കുട്ടികളെ സ്കൂളിൽ വിടുന്നും പറഞ്ഞിട്ട്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് നല്ല കാലം ഉണ്ടാവുമല്ലോ, വിദ്യാഭ്യാസത്തിലൂടെ ഒരു നല്ല കാലം ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ മാധവൻ ചോദിക്കുന്ന ചില കാര്യമുണ്ട്. അതായത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാലം എന്താ പെണ്ണെ നല്ല കാലം? മാധവൻ കല്യാണിയെ നോക്കി. അലക്കി ഉണങ്ങിയ തുണികൾ മടക്കുകയാണ് അവൾ. നല്ല കാരണന്മാരെയും കൂടപ്പിറപ്പുകളും കിട്ടിയ ബാല്യം നല്ല കാലമായി. നല്ല കൂട്ടുകാരുണ്ടേൽ കൗമാരം നന്നായി. സ്നേഹിക്കുന്ന, എന്തിനും താങ്ങായി കൂടെ നിൽക്കുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയ വളരെ നന്നായി. ഇതിനൊക്കെ ഒപ്പം ഭക്ഷണത്തിനും വെള്ളത്തിനും തുണിക്കും മുട്ടില്ലെങ്കിൽ കേമമായി. കേറിക്കിടക്കാൻ മോശമല്ലാത്ത ഒരു കൂരയും സ്വന്തമായി കുറച്ച് സ്ഥലവും ആരോഗ്യമുള്ള 4-5 പിള്ളേരുമുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എങ്ങനെ നന്നാവാനാ? ജീവിതം മൊത്തത്തിൽ നന്നായില്ലേ? വളരെ എന്താ പറയാ, ഒരു സാധാരണ കർഷകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു നല്ല കാലം എന്ന് പറഞ്ഞാൽ. അപ്പൊ മാധവൻ പറയാണ്, നമ്മളിപ്പോ ജീവിക്കുന്നത് ഏറ്റവും നല്ല കാലത്തിലല്ലേ എന്നുള്ളതാണ് മാധവൻ ചിന്തിക്കുന്നത്. കാരണം മാധവൻ ഈ പറഞ്ഞ എല്ലാരും ഉണ്ട്. നല്ല സ്നേഹമയ്യായ ഭാര്യയുണ്ട്,
നല്ല മിടുക്കന്മാരായ മക്കളുണ്ട്, ഭൂമിയുണ്ട്, അത്യാവശ്യം അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. മാധവൻ വിവാഹശേഷം മക്കളൊക്കെ ഉണ്ടായപ്പോ മാധവനും സ്വന്തം അച്ഛൻ ചെയ്തതുപോലെ തന്നെ ഭൂമി വാങ്ങാനുള്ള, ഭൂമി വാങ്ങി ഭൂമി സമ്പാദിക്കാനുള്ള, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനുള്ള ഒരു ശ്രമവും കൂടി നമ്മുടെ മാധവൻ നടത്തുന്നുണ്ട്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു തുടർച്ച, അതായത് കൊച്ചൂട്ടന്റെയും കാർത്യായനിയമ്മയുടെയും തുടർച്ച തന്നെയാണ് മാധവനും കല്യാണിയും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ജീവിതം. ശിവരാമനിലേക്കും രഘുരാമനിലേക്കും അത് അതേപോലെ തന്നെ പകർന്നു കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നീടാണ് ഇളയ മകനായ സേതുവും സുമതിയും വരുന്നത്. അവരുടെ കാലമാകുമ്പോഴേക്കും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്, ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്നു, ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് ഈ സേതു പോകുന്നുണ്ട്. കുറച്ച് നാള് അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്, അതിനുശേഷം തിരിച്ചു വരുന്നുണ്ട്. പിന്നീട് നാട്ടിൽ തന്നെ, പിന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടാൻ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. വീട്ടിലേക്ക് ഫോൺ വരുന്നുണ്ട്, TV വരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പടിപടിയായ മാറ്റങ്ങൾ മുഴുവനും ഇതിലൂടെ കാണുന്നുണ്ട്. നമുക്ക് ഈ വായനയിലൂടെ പെട്ടെന്ന് പെട്ടെന്ന് ആ ജീവിതം മാറിപ്പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു നോവലായാലും പുസ്തകമായാലും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോഴും അതിലെ നായികയെ വർണ്ണിക്കുന്നത് ഒരു നമുക്കറിയാം അല്ലെ, എത്രയൊക്കെ പറഞ്ഞാലും അതിലൊരു ഒരു ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. എത്രയും അതിസുന്ദരിയായ, അല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു സൗന്ദര്യത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങള് അതില് വർണ്ണിച്ചിരിക്കും. അത്രയും സുന്ദരി എന്നൊക്കെ തന്നെയാണ് വർണ്ണിക്കുക. എന്നാൽ ഇതിലെ ആ നായികയായ കല്യാണിയെ പറ്റി പറയുമ്പോ പോലും അവിടെ പോലും ഒരു അതിശയോക്തി ഇല്ല. ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്താണോ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇടവമാസിലെ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കല്യാണി, ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്റെ നക്ഷത്രം അത് തന്നെയാണ്. ഞാനും ഇടവത്തിലെ കാർത്തികയിലാണ് ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് കല്യാണിയും അങ്ങനെ തന്നെ ഇടവത്തിലെ കാർത്തികയിലാണ് ജനിച്ചത്. അതില് പൊക്കം കുറഞ്ഞ്, നിറം കറുത്ത്, ഇരുഭാഗത്തും കൃതാവ് നീണ്ട ഒരു, പ്രത്യേകിച്ച് കണ്ടാൽ ഒരു ആനച്ചന്തം കാണുന്ന ഒരു പെൺകുട്ടി എന്ന് മാത്രമാണ് കല്യാണിയെ പറ്റി പറയുന്നത്. കല്യാണിയെ ആദ്യം കാണുമ്പോഴൊന്നും അവരുടെ അതായത് മാധവന്റെ വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യമാവുന്നില്ല. അത് വലിയ സുന്ദരിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ മാധവന് അവളിൽ അതിയായ സൗന്ദര്യം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിലെയും ഇതിന്റെ അവസാനം വരെയുള്ള ആഖ്യാനത്തിന്റെയും അവരുടെ പ്രണയത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും അവരുടെ ദാമ്പത്യത്തിന്റെയും അതിമിനുസം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇതിലെ അങ്ങനെ ഇവരുടെ ജീവിതം നീണ്ടുപോകുന്നു. അവസാനം മാധവന് പ്രായമാകുന്നു. മക്കളെ ഓരോരുത്തരെയും എങ്ങനെയാണോ വിവാഹശേഷം തങ്ങളെ മാറ്റി പാർപ്പിച്ചത്, അതുപോലെ തന്നെ മാധവൻ ഓരോ മക്കളെയും ആദ്യം ശിവരാമനെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ശിവരാമന് വീട് പണിതെങ്കിലും രഘുരാമന്റെ ഭാര്യയുമായുള്ള ചെറിയ ഒരു അനിഷ്ടം, അതായത് കല്യാണിയുമായുള്ള ചെറിയൊരു വാക്തർക്കത്തിലൂടെ ആദ്യം തന്നെ രഘുരാമനെ വേറൊരു വീട്ടിലേക്ക്, ശിവരാമന് വേണ്ടി പണിത വീട്ടിലേക്ക് രഘുരാമനെ മാറ്റി പാർപ്പിക്കുന്നു. അതിനുശേഷം ഒരു വീട് വെച്ച് അവരെ മാറ്റി ശിവരാമന് വേണ്ടിയും ഒരു വീട് ഉണ്ടാക്കുന്നു. പിന്നെ തറവാട്ട് വീട് അതും വലുതാക്കുന്നുണ്ട്, അത് സേതുവിനും വേണ്ടി നൽകുന്നു. പക്ഷെ ആദ്യമായിട്ട് ജോലിക്ക് പോയത്, ജോലി എന്ന് വെച്ചാൽ വീട്ടുപണികള് ഈ സ്ത്രീകളെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുമായിട്ടുള്ള കാർഷിക വൃത്തിയിലും ഇവർ ഏർപ്പെടുന്നുണ്ട്. അതല്ലാതെ പുറത്തൊരു ജോലി എന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്നത് സേതുവിന്റെ
ഭാര്യയായ രാധയാണ്. രാധ LIC ഏജന്റായിട്ട് പോകുന്നുണ്ട്. അവരും സ്വന്തമായി പറമ്പ് വാങ്ങി കുറച്ചും കൂടിയും സൗകര്യമുള്ള യാത്രാ സൗകര്യവും ബസ് റോഡിന് പറ്റുന്ന രീതിയിലേക്ക് പുതിയ പെര പണിത് മാറുന്നു. ആ പെരയിലേക്ക് അച്ഛനെയും അമ്മയെയും കല്യാണിയെയും മാധവനെയും കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു. ആദ്യമൊക്കെ പെര പണിയുന്ന സമയത്തൊക്കെ ഇവർ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷെ അവസാന നിമിഷം മാധവന് അത് സാധിക്കുന്നില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് 21 വയസ്സ് മുതൽ ജീവിച്ച് അദ്ദേഹം പണിത അദ്ദേഹത്തിന്റെ ചൂടും ചൂരും വിയർപ്പും ഉള്ള മണ്ണും തരിയും കല്ലുമാണ് അവിടെയുള്ള എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഒരു മാറ്റം അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹവും കല്യാണിയും ആ വീട്ടിൽ തന്നെ കുറെ കാലം കൂടിയും അവർ ഒരുമിച്ച് ജീവിക്കുന്നു. മക്കളെല്ലാം വരുന്നു, കാണുന്നു, വളരെ സന്തോഷമായി ജീവിച്ചു പോകുന്നു. ഇതിനിടയ്ക്കാണ് മാധവന്റെ മരണം. മാധവന്റെ മരണം സംഭവിച്ചതോടുകൂടി പെട്ടെന്ന് കല്യാണി വേറൊരു, അതായത് മാധവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കല്യാണി കരയുന്നില്ല. കല്യാണിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. കല്യാണിയുടെ മാനസിക നില ആകെ മാറിപ്പോവുകയും എപ്പോഴും മാധവനോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും എപ്പോഴും മാധവൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് മാധവൻ മരിച്ചുപോയി എന്ന് അവരൊരിക്കൽ പോലും അംഗീകരിക്കുന്നില്ല. അവസാനം കല്യാണിയുടെ മരണവും സംഭവിക്കുന്നു. അതാണ് ഈ നോവലിലെ ഒരു നീറുന്ന വേദനയായിട്ട് നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഒരു കട്ട് നമ്മുടെ കാല് അടിക്കുന്നത് പോലെ, യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കല്ലിലൊരു കാലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ നീറ്റൽ പോലെയാണ് കല്യാണിയുടെ മരണവും. ആ മരണത്തിൽ അവൾക്ക് സ്വന്തം ഭർത്താവിന്റെ കൂടെ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ ഉപേക്ഷിച്ച സ്ഥലത്ത് തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അത് സാധിക്കുന്നില്ല. കാരണം മക്കള് അതുവരെ അവസാന കാലത്ത് നോക്കിയത് ശിവരാമനാണ്. ജ്യേഷ്ഠന്റെ ആഗ്രഹപ്രകാരം ആ പറമ്പിൽ തന്നെയാണ് അവര് ശവദാഹം നടത്തുന്നത്. അപ്പോൾ നീറുന്ന വേദനയുമായി തൻ്റെ മുത്തശ്ശിയുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന അഞ്ജന എന്ന പെൺകുട്ടിയുടെ കഥയാണ്. അഞ്ജനയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് തുടക്കവും ഈ അമ്മാള് വരുന്നു, അവസാനവും ഈ അമ്മാള് വരുന്നു. അങ്ങനെയാണ് ഈ നോവല് അവസാനിക്കുന്നത്. അവളുടെ സംഘർഷം, അവൾക്ക് ആഗ്രഹമുണ്ട് മുത്തശ്ശൻ കിടക്കുന്നിടത്ത് തന്നെ മുത്തശ്ശിയെ സംസ്കരിക്കണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അവള് രാധയായി, സേതുവിന്റെ മകളാണ് അമ്മാളു. അവള് കാനഡയിൽ തന്നെയാണ്, അവിടെ കാൽഗരി എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് അവള് ജോലി ചെയ്യുന്നത്. അവളുടെ ഭർത്താവായ നന്ദന്റെ കൂടെയാണ് അവര് മകൻകുട്ടിയുമൊത്താണ് അവരവിടെ ജീവിക്കുന്നത്. അവൾക്ക് വളരെ ആഗ്രഹമുണ്ട്, മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം ആ തറവാട്ട് പറമ്പിൽ തന്നെ മുത്തശ്ശിയെയും ദഹിപ്പിക്കൂ എന്ന് അവൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. അവൾക്ക് പുറത്തുനിന്ന് പറയാൻ, അതായത് ഏറ്റവും ഈ ശിവരാമൻ എന്ന് പറയുന്ന മൂത്ത ജ്യേഷ്ഠനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഈ മരണത്തിലൂടെ, ജീവിതത്തിലൂടെ ഒന്നായ അവരെ മരണത്തിലൂടെ രണ്ടാക്കുകയാണ് സത്യം പറഞ്ഞ ഈ നോവല് വായിച്ച് അവസാനിച്ചപ്പോ എനിക്ക് തോന്നിയത്. അതുവരെ അവര് ഒന്നിച്ചു തന്നെയായിരുന്നു. പക്ഷെ മാധവൻ മരിച്ചതിന് ശേഷവും കല്യാണി മാധവനെയും ഉള്ളിലേന്തി ആ പറമ്പിലേക്ക് എപ്പോഴും പോകും. എപ്പോഴും ആ പറമ്പിലോട്ട് അവള് ഓടിപ്പോകും. അവിടെ ഇരുന്ന് സംസാരിക്കും. അവര് അങ്ങനെയായിരുന്നു. അതുവരെയും ഒന്നായി ജീവിച്ചിരുന്ന ആ ദമ്പതികൾ അവസാനം മരണത്തിന് ശേഷം രണ്ട് പറമ്പിലേക്ക് മാറ്റി വെക്കപ്പെട്ടു എന്നുള്ള ഒരു
ദുഃഖിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു നോവ്, നമ്മുടെ ചെറിയൊരു നോവ് നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആശ ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. പിന്നെ ഇതില് 2 കാലഘട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ നോവല് തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊച്ചി, തിരുവിതാംകൂർ, മലബാർ ഒക്കെ ആയി കിടന്നിരുന്ന ആ നാട്ടുരാജ്യങ്ങള് കേരള സംസ്ഥാന രൂപം കൊണ്ട കാലഘട്ടത്തിലൂടെ കഥ തുടങ്ങിയിട്ട് തുടങ്ങി അന്ന് കാലത്തിലെ കഥകള്, ഓർമ്മകള്, അതങ്ങനെ വികസിച്ചു വരുന്ന കഥ ഇപ്പൊ അവസാനിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അതായത് കൂടുതൽ ജീവിത സൗകര്യത്തിനും പഠന സാധ്യതയ്ക്കും ജോലി സാധ്യതയ്ക്കും വേണ്ടി വിദേശത്തേക്ക് കുടിയേറി പാർക്കുന്ന, പുതിയൊരു അസ്തിത്വം തേടി പറന്നു പോകുന്ന നമ്മളുടെ പുതിയ തലമുറയെ വരെ ഈ നോവലിൽ യഥാതഥമായി അവതരിപ്പിക്കുന്നു എന്ന ഒരു അതിമനോഹരമായ കാഴ്ച കൂടി ആശ നമുക്ക് തുറന്നു തരുന്നുണ്ട്. വളരെ വലിയ കാലഘട്ടത്തിൽ, പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി, അവിടെ നിന്ന് തുടങ്ങി മുത്തശ്ശിയുടെയും അച്ഛന്റെയും ഒക്കെ കഥ പറഞ്ഞ് അവസാനം തന്റെ കഥയിലേക്ക് വന്നു നിൽക്കുന്നു. സത്യം പറഞ്ഞ ഇന്നത്തെ അവസ്ഥ, സത്യസന്ധമായ അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലും നമ്മുടെ മക്കളൊക്കെ പുതിയ കാഴ്ചയ്ക്കും കേൾവിക്കും ജീവിത സൗകര്യത്തിനും ജീവിതത്തിനും വേണ്ടി അവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ സ്ഥലങ്ങൾ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് എത്രമാത്രം അത് തടയാൻ പറ്റും, അല്ലെങ്കിൽ അത് നമ്മുടെ കാര്യമല്ല. പുതിയ കുട്ടികളുടെ ഇഷ്ടങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരെ ഈ നോവല് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ എനിക്ക് ശ്രദ്ധേയമായൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതായത് ഭാവുകത്വ പരിണാമം ഒന്നും ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണയായൊരു ജീവിത ശൈലി തന്നെയാണ് കഥയിലും ഉടനീളം പകർത്തിയിരിക്കുന്നത്. ഭാഷയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലളിതമായ ഭാഷ, ഒരു ദുർഗ്രഹതയിൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടി, ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇത് എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. എനിക്കിപ്പോ ഇത് അവതരിപ്പിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ പുസ്തകം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാനിത് കുറച്ച് പേരെങ്കിലും കൊടുത്ത് വായിപ്പിക്കും. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാനിത് വായിപ്പിക്കും. എൻ്റെ കുട്ടികള്, ഞാൻ 8ന്റെ ക്ലാസ് ടീച്ചറാണ്. ഇപ്പൊ എൻ്റെ കുട്ടികള് വായിച്ചു കഴിഞ്ഞാൽ അവര് സുന്ദരമായി കഥ പറയും. അത്രമേൽ അതാണ് എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ വിജയം തന്നെ അതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിപ്പോ അത് മാത്രല്ല, നല്ലൊരു കഥയുണ്ട്. നമുക്ക് നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക്, നമ്മുടെ കാഴ്ചകളിലേക്ക് ഒക്കെ പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു നല്ലൊരു കഥ കൂടി ഇതിൽ മുഴുവനുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. പിന്നെ ഇതില് മുഴുവനും കാണുന്നത്, പിന്നെ ഇതിലെനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അതായത് ഒരു ചിത്രഭാഷ കൂടെ ആശയ്ക്കുണ്ട്. അവരുടെ ആഖ്യാന ശൈലിയിൽ ഒരു ചിത്രഭാഷ കൂടി ഉണ്ട്. അതൊക്കെ ആശിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. കാരണം ഈ കള്ള് ചെത്തുക, ഇവര് ഈ മാധവനായാലും കൊച്ചൂട്ടനായാലും ജന്മിമാരുടെ പറമ്പില് പോയി അവര് പണിയെടുക്കും. ഇതിനു ശേഷം കള്ള് ചെത്തും. അത് വലിയ കുംഭങ്ങളിലായിട്ട് കൊണ്ടുപോകും, വെക്കും. ഇഷ്ടംപോലെ കള്ള്, ഓരോ പറമ്പും കള്ള് നോക്കി കള്ള് ചെത്തുക. പന ചെത്തുക. ഇതില് പന ചെത്തുന്ന ഒരു ഭാഗമുണ്ട്. അതിമനോഹരമായിട്ടാണ് ആ പന ചെത്തുന്ന, പനങ്കള്ള് എടുക്കുന്ന പനങ്കൊല അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു ചിത്രഭാഷ തന്നെ വളരെ മനോഹരമായിട്ട് ആശ അത് ആഖ്യാനം ചെയ്തിട്ടുണ്ട്. അത് വായിച്ചപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഇവിടെ ഇരുന്ന നമ്മളൊക്കെ സ്ഥിരം കാണുന്നതാണ്. നമ്മുടെ ബന്ധുക്കളും അവരൊക്കെ ഇതുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ചെത്തുകാരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ ഒരു
ചിത്രം കണക്ക് നമ്മുടെ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ ആ പന പന കൊല കള്ളിന് വേണ്ടി ഒരുക്കുന്ന ഒരു മനോഹരമായ ഒരു ചിത്രഭാഷ കൂടി ഇതിൽ ആശ വരച്ചു ചേർത്തിട്ടുണ്ട്. എനിക്കത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് അത് ആശയോട് നേരിട്ട് തന്നെ ചോദിക്കണമെന്നുണ്ട് എനിക്ക്. കാരണം എങ്ങനെയാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിയതെന്ന്. എന്തായാലും ആശയ്ക്ക് അത് അറിയാം. അപ്പൊ അതിനാരെങ്കിലും സഹായം ഉണ്ടോ, ആരെങ്കിലും അത് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കതൊന്ന് ചോദിക്കണം എന്നുണ്ട്. അത് ഞാൻ ആശനോട് പിന്നീട് നമ്മുടെ ഇതിന്റെ ചർച്ചയ്ക്കിടയിൽ ചോദിക്കാവുന്നതാണ്. ഞാനിത് മറന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. വേറെ ആരെങ്കിലും അത് ചോദിച്ചോളൂടെ, ചിലപ്പോ നീ ചോദിക്കുമ്പോ അത് വിട്ടുപോകും. പിന്നെ ഈ ഞാൻ പറഞ്ഞു ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു തുടർച്ചയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ്, അതായത് ആദ്യമായിട്ട് സിസേറിയൻ വരുന്നത്. സിസേറിയൻ ഇവരുടെ തറവാട്ടിൽ ആദ്യമായിട്ട് സിസേറിയൻ നടക്കുന്നത് രാധയ്ക്കാണ്. ഈ അമ്മാള് എന്ന കുട്ടിയെ അഞ്ജന എന്ന് പറയുന്ന അമ്മാള് ജനിച്ചത് സിസേറിയൻ ചെയ്തിട്ടാണ്. ആദ്യമായുള്ളൊരു സിസേറിയൻ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഞെട്ടലും ഭയവും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി TV കടന്നു വരുന്നുണ്ട്, ഫോണ് വരുന്നുണ്ട്. അങ്ങനെ കാലഘട്ടത്തിന്റെ ആ ഒരു മാറ്റമെല്ലാം ഒരു കുടുംബത്തിലേക്ക് എങ്ങനെയാണോ ഒരു മാറ്റങ്ങൾ കയറി വരുന്നത് എന്നത് ഭംഗിയായി ഓരോ പേജിലൂടെയും അവസാനിക്കുന്നുണ്ട്. പിന്നെ ഇതില് കല്യാണിക്കുണ്ടായ, അതായത് നമ്മളിപ്പോ എവിടെയൊക്കെ പറഞ്ഞാലും ഈ ലിംഗസമത്വം അല്ലെങ്കിൽ ഇതൊക്കെ വർണ്ണവിവേചനം, ലിംഗവിവേചനം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ചില വീടുകളിലൊക്കെ അത് നടക്കുന്നുണ്ട്. ഇവിടെ കല്യാണിയുടെ ലൈഫിലും അത് ഉണ്ടായിട്ടുണ്ട്. കല്യാണിയുടെ അമ്മ ഒരു സുന്ദരിയായ സ്ത്രീയാണ്. അവരുടെ അത്രയ്ക്കും സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടും നിറമില്ലാത്തത് കൊണ്ടും ഒക്കെ കല്യാണിയോട് അവർക്കൊരു വലിയ താല്പര്യം ഉണ്ടായില്ല. പെണ്ണായതുകൊണ്ടും വലിയ താല്പര്യം ഉണ്ടായില്ല. അവരുടെ അനുജനായ ശങ്കരനോടായിരുന്നു ഏത് സമയത്തും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. വിവാഹം ചെയ്യാനുണ്ടായ വിവാഹ ചെലവുകളെ പറ്റിയും മറ്റൊക്കെ പറഞ്ഞ് ഈ അമ്മ പലപ്പോഴും കല്യാണിയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവത്തിന് കൊണ്ടുപോകുക എന്ന ചടങ്ങിലേക്ക്, അല്ലെങ്കിൽ കുറെ ദിവസം അവിടെ നിർത്തുക എന്നുള്ള കാര്യങ്ങളിലൊന്നും മാധവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സ്വാഭാവികമായി ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇതില് കൃത്യമായിട്ട് ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഭാഷയാണ്. അതായത് നമ്മൾ പലപ്പോഴും പറയും നല്ല ഒതുക്കമുള്ള അടക്കമുള്ള ഭാഷ എന്ന്. എന്നാൽ എനിക്കിത് വായിച്ചപ്പോ തോന്നിയത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നല്ലൊരു ധാരാളിയായ ഭാഷയായിട്ടാണ് തോന്നുന്നത്. അതായത് അനർഗളം ഒഴുകുന്ന ആ ഒരു ധാരാളിയായ ഭാഷ, പരസ്പരം സംസാരിക്കുന്ന ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു വാക്ക് എഴുതാൻ പോലും ആശയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അത്രമേൽ സ്വാഭാവികമായി സ്വതസിദ്ധമായി എഴുതിയ ഒരു ഭാഷയായിട്ടാണ് എനിക്കിതില് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ധാരാളിയായ ഭാഷ തന്നെയാണ് ഈ നോവലിനെ ഒരു വലിയ ക്യാൻവാസിലേക്ക് ഒരു വ്യാപൃതമായ ആഖ്യാനത്തിലേക്ക് പകർത്തി വെച്ചിട്ടുള്ളത് എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എത്രയൊക്കെയാണ് പ്രധാനമായി ഈ നോവലിനെ പറ്റി എനിക്ക് അതായത് ഞാൻ നോവലിന്റെ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് നമ്മള് ഈ നോവൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എങ്കിലാണ് ഒരു കുടുംബമാണ് ഇതിലുള്ളത്, ഒരു നല്ലൊരു കുടുംബം. ആശ തന്നെ പറയുന്നുണ്ട്, ആശയുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും
വായനയിലൂടെ അല്ലെങ്കിൽ അവരുടെ അനുഭവം, അവരുടെ ജീവിതം കണ്ടിട്ട് അതാണ് ഇത് എഴുതാനുള്ള ഒരു ത്രെഡ് എന്ന് ആശ പറയുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ആശനോട് ചോദിക്കാമെന്ന് തോന്നുന്നു. മാഷേ, അതെ ഇനി അതെ ഞാൻ കൂടുതൽ സംസാരിക്കട്ടെ. ഇനി ആശ സംസാരിക്കും. കാരണം നമുക്ക് ഇനി ആശനെയാണ് പരിചയം. ഞാനും കൂടുതലൊന്നും ആശനോട് ചോദിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ചോദിക്കാൻ സമയമുണ്ടല്ലോ, നല്ലൊരു വേദി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആശനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആശ ഒന്ന് മുഖം തരുമോ? ആശ കേ നമസ്കാരം. സന്തോഷം ആശ. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. എനിക്ക് ജിഷ് ടീച്ചറിന്റെ ഇമെയിൽ വന്നപ്പോഴും മെസ്സേജ് വന്നപ്പോഴും ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും നേരം സംസാരിച്ചത് കേട്ടു. ഒരുപാട് സന്തോഷം. ഒരാള് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ പറയുന്നത്, ഒരു നിരൂപണം പറയുന്നത് ഞാനായിട്ട് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ചെറിയ രീതിയിൽ ചെറിയ നിരൂപണങ്ങൾ റിവ്യൂ ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഓരോ പോർഷൻസ് എടുത്ത് പറഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ ആശ, ആശയുടെ അപ്പൊ ഇവിടെ എല്ലാവർക്കും സംശയം, ആശ എവിടെയാണ്, ആശയുടെ ലൈഫിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയോ? ഓക്കെ, ഞാനിവിടെ ന്യൂസിലാൻഡിലാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 14 വർഷമായി ഇവിടെ വന്നിട്ട്. ഇവിടെ ആദ്യമേ സ്റ്റുഡൻറ് വിസയിലാണ് വന്നത്. പിന്നെ ഇപ്പോൾ നേഴ്സായിട്ട്, കാർഡിയാക് സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ ഭർത്താവും 2 കുട്ടികളും, 2 ആൺകുട്ടികൾ. ഞങ്ങളിവിടെ ഒരു ചെറിയ വീടൊക്കെ ആയിട്ട് താമസിക്കുന്നു. നാട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. അനിയനും ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. പിന്നെ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഞങ്ങളുടെ ഒരു കുട്ടി ഗ്രാമമാണ്. നാട്ടിലെ ഒരു തനി വെളിയന്നൂർ എന്ന് പറയും, കൂത്താട്ടോളം അടുത്ത് വെളിയന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഴവൂര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ കെ ആർ നാരായണന്റെ വീട് അവിടെ. അത് കോട്ടയം ജില്ല. കെ ആർ നാരായണന്റെ നാടിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ നാട്. അപ്പം അവിടെയാണ്. അതൊരു ഇതുപോലെ തന്നെ കുമരിമുക്ക് പോലെ തന്നെ ഒരു മലയാണ്. ആ മലയുടെ മുകളിൽ ഒരു തറവാട്ട് വീട്. ആ തറവാട്ട് വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും അമ്മയും ഞാനും അനിയനുമായിട്ടാണ് താമസിച്ചിരുന്നത്. അവരുടെ കൂടെ ജീവിച്ചത് കൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവര് നല്ല അടുപ്പത്തില് കഴിഞ്ഞ ഒരു കപ്പിളാണ്. അവരുടെ ജീവിതം വളരെ ഒരു പ്രചോദനമായിരുന്നു. അവരുടെ കൂടെ നിന്നിരുന്നപ്പോ ഒന്നും നമ്മളിത് ഇത്ര ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്താണോ തോന്നുന്നത് അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് ആ കാലത്തെയൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാലേ വളരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ബുക്ക് മേടിച്ചിട്ട് ഞാൻ ആദ്യം ഇത് എടുത്ത്, അപ്പൊ ഇത് എന്താവും എനിക്കറിയില്ല. ഇതിന്റെ ഇങ്ങനെ 2 വയസ്സന്മാരൊന്നും കണ്ടപ്പോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ചും കൂടി ന്യൂജൻ ടൈപ്പ് പ്രണയങ്ങളൊക്കെയാണല്ലോ ഇഷ്ടം. അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാനിതിൽ ഇങ്ങനെ ഇറങ്ങി വായിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എന്താ പറയാ, ഒരു പഴയ ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആശ. ആശയ്ക്ക് വളരെ ഭംഗിയായിട്ട് എഴുതാനുള്ള ഒരു കഴിവുണ്ട്. എന്തായാലും അടുത്തത് ആശയുടെ നൂൽപ്പാവകൾ തന്നെ വായിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാനത് മേടിച്ച് വായിക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതില് ഞാൻ പറഞ്ഞല്ലോ, ഈ ഇതിന്റെയൊക്കെ ഭാഷയൊക്കെ എവിടെ നിന്ന് കിട്ടി, ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ? അത് മെയിനായിട്ട് ഞാൻ ജീവിച്ചിരുന്ന കമ്മ്യൂണിറ്റിയുടെയാണ്. ഞങ്ങള് താമസിച്ചിരുന്ന കമ്മ്യൂണിറ്റി മെയിൻലി പറഞ്ഞ ഒരു ഹിന്ദു കാസ്റ്റിലെ എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്പൂതിരികള്, നായന്മാര്, ഈഴവര്, ലോ കാസ്റ്റ്, പിന്നെ ക്രിസ്ത്യൻസ്, വളരെ കുറച്ച് ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. പിന്നെ മുസ്ലിംസ് ഇല്ലായിരുന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ ഏകദേശം വളരെ നെയ്ബേഴ്സ് ആയിട്ട് തന്നെ താമസിച്ചിരുന്നവരാണ്. അപ്പോൾ എല്ലാ തരം ജോലികളും ഉണ്ടായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു, ചെത്തുണ്ടായിരുന്നു, ഈ കള്ള് ചെത്തും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെത്താൻ പോകുന്ന ചേട്ടന്മാര്, അടുത്ത വീട്ടിലെ ചേട്ടന്മാരൊക്കെയാണ്. അവര് വീട്ടിൽ വരും, മുത്തശ്ശനോട് സംസാരിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. പിന്നെ എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റിയത്, എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഇതാണ്, കള്ള് ചെത്തുന്ന ആളാണ് ഇപ്പോഴും. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നല്ല, ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ അറിഞ്ഞെങ്കിലും, ഇപ്പൊ നമ്മളോട് ഒരാൾ പറഞ്ഞെങ്കിലും
അതിന് പക്ഷെ ഒരു ചിത്രഭാഷ കൊടുക്കാൻ ആശയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്കിതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. വളരെ ഭംഗിയായിട്ട് ഞാനത് അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് പെട്ടെന്നൊരു ഫീൽ ചെയ്തു. ഞാൻ ചോദ്യം ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ, ഇതിപ്പോ ഒരാൾ പറഞ്ഞു തന്നാൽ പോലും നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ എന്ന് തോന്നി. അത്ര രസകരമായിട്ട് അത് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷം. മാഷേ, ഇനി മാഷ് ചോദിച്ചോളൂ. ഇല്ല, നമ്മുടെ ആശ നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ, കോളേജിലെ മലയാള അധ്യാപകനാണ്. വളരെ സന്തോഷം. മാഷേ ഒരു സെക്കൻഡ്, ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ആശ, ഇത് എന്റെ കോളേജാണ്, ഞാൻ പഠിച്ച BEd കോളേജാണ്. മൂത്തുകുന്നം, അതായത് എറണാകുളം ജില്ലയില് മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജ്. അവിടുത്തെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ എന്റെ സാറാണ് ഡോക്ടർ കൃഷ്ണകുമാർ. സാറ് ഒരു കവിയാണ്, കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ലൊരു വാഗ്മിയാണ്, നല്ലൊരു പുസ്തക നിരൂപകനാണ്. പിന്നെ മാഷെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല, അത്രമേൽ വിശേഷണങ്ങളുണ്ട്. നല്ലൊരു പണ്ഡിതനാണ്. മാഷ് ഈ BEdലെ കുട്ടികൾക്ക് വേണ്ടി, പണ്ടൊക്കെ കുറെ കുട്ടികളുണ്ടാവും, ഇപ്പൊ നമുക്ക് വളരെ കുറച്ച് കുട്ടികളുള്ളൂ, 5-6 കുട്ടികൾക്കൊക്കെ സീറ്റേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടികളുമായിട്ട് മാഷിന്റെ കുട്ടികളും ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും വ്യാഴാഴ്ച വായനാഴ്ച എന്ന പേരിലൊരു പങ്ക്തി, മീൻസ് ഇതുപോലെ ഒരു ഗൂഗിൾ മീറ്റ് ചേരും. അപ്പൊ എല്ലാ വിശിഷ്ടരായ എഴുത്തുകാരും ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ എഴുത്തുകാരെയും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൽ ഇതുവരെയും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ ഇതില് ഹീര ടീച്ചർ ഉണ്ട്, ആള് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ മറ്റുള്ള കുട്ടികൾ, ഇപ്പൊ ഞാൻ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയതാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ല, അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളവരും ഉണ്ട്. ആദ്യത്തെ മാഷ് വന്നതിന് ശേഷം മാഷിന്റെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾ തുടങ്ങിയിട്ട് ഇപ്പോഴുള്ള കുട്ടികൾ വരെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവര് ഈ പറഞ്ഞ പോലെ സൗകര്യമുള്ളവർ കയറും, നമുക്കിപ്പോ എല്ലാവരും നിർബന്ധിച്ചൊന്നും പറയാൻ പറ്റില്ല. നേരമുള്ളവര് വരും, ഇതിൽ പങ്കെടുക്കും. അതാണ് ഇതിന്റെ ഒരു ഇത്. അപ്പൊ ഇതിന്റെ ഒരു സെറ്റപ്പ് ആശയ്ക്ക് മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനതൊന്ന് വിശദീകരിച്ചത്. മാഷേ തുടർന്നോളൂ. സന്തോഷം. ഇല്ല, ഞാൻ അധികം സംസാരിക്കുന്നില്ല. കുട്ടികള് ആശയോട് സംസാരിക്കട്ടെ. ഇങ്ങനെ ഒരു സുവർണാവസരമാണ് ശരിക്കും, അല്ലെ? ന്യൂസിലാൻഡിൽ നിന്ന് നമുക്കൊരാളെ ഇങ്ങനെ കൈയോടെ കിട്ടുക. അതിന് ജിഷ ഒരു കാരണക്കാരിയായതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേട്ടോ. കുട്ടികൾ എന്തേലും ചോദിക്കട്ടെ. താങ്ക് യു സർ. നമ്മുടെ ലേ ടീച്ചറുണ്ട്, ബ്രൂസ്ലി മാഷുണ്ട്, സംഗീത ടീച്ചറുണ്ട്, ഇങ്ങനെ കുറെ പേരുണ്ട്. ഹീര ടീച്ചറുണ്ട്. നമസ്കാരം, ഞാൻ സജിത, എൻ്റെ ടീച്ചറാണ്. നേരത്തെ ഇപ്പോൾ ജിഷ ടീച്ചറുടെ കാര്യം പറഞ്ഞ പോലെ 10-20 വർഷം മുമ്പ് പഠിച്ചതാണ്. ഫിസിക്കൽ സയൻസ് ആണ്. ഞാനിപ്പോ ഫിസിക്സ് അധ്യാപികയാണ്. അപ്പോൾ ആശയം കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പോ അങ്ങനെ ഒരു പരിചയപ്പെടൽ കൂടി നടന്നതിൽ വളരെ സന്തോഷം. പിന്നെ ജിഷ ടീച്ചറുടെ ആ നിരൂപണത്തിന്റെ ഒരു ഭംഗി പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാനൊരു പുസ്തകം അവതരിപ്പിച്ചിരുന്നു. അപ്പോ അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇപ്പോ ആശയുടെ ഒരു ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ, ധാരാളിത്തമുള്ള ഒരു ഭാഷ എന്നൊക്കെ ടീച്ചറുടെ സംസാരം എത്ര സമയം പറഞ്ഞാലും ടീച്ചർക്ക് മതിയാവുന്നില്ല ആ ഒരു പുസ്തകത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ അത് അത്രയും മനസ്സിൽ കൊണ്ടിട്ടാണ് ടീച്ചർക്ക് അത് അങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയും കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ടീച്ചർ കുറെ കൂടി അതിനെക്കുറിച്ച് പറഞ്ഞേനെ എന്ന് തോന്നി. അപ്പൊ വളരെ നല്ലൊരു കഥ പറയുന്ന രീതി തന്നെയാണ് ജിഷ ടീച്ചർക്ക് കണ്ടത്. വളരെ സന്തോഷമുണ്ട് കേട്ടോ ടീച്ചർ. അതിലെ ഓരോ ആ നിരൂപണത്തിൻ്റെതായ
അല്ല ആ വാക്കുകളൊക്കെ കേട്ടപ്പോഴേ ഇപ്പൊ സയൻസ് അധ്യാപിക ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോ സയൻസുകാരി ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊന്നും ഒരു ഭാഷയൊന്നും വരത്തില്ല. നമ്മള് വളരെ കുറച്ച് സംസാരിക്കുന്ന ആളുമാണ് ഞാൻ. അപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടത്. ടീച്ചറെ സത്യം പറഞ്ഞ ഞാന് എന്താ പറയാ ഇത് കുറെ കാലങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇത്തിരി മടി പിടിച്ചിരിക്കായിരുന്നു വേറെ ചില ഇഷ്ടങ്ങളിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇഷ്ടങ്ങളും മാറും. അപ്പൊ വായന കുറച്ച് നാളായിട്ട് ഞാൻ അകത്തി വെച്ചിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇതൊരു തുടർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. തീർച്ചയായും. തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു അവസരം കൂടിയാണ് ഈ ഒരു ഇതിലൂടെ കിട്ടുന്നത് അല്ലെ? വായിക്കാനും വീണ്ടും വായിക്കാനും അതുപോലെ തന്നെ പുതിയ കഥാകാരികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. ആ പഴയ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ പഴയ ലോകത്ത് തന്നെയാണ് ഇപ്പോഴും. എന്റെ വായനകളിൽ ഇപ്പോഴും പഴയ നമ്മൾ പണ്ട് വായിച്ച ആ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പുതിയ പുസ്തകങ്ങളും അവരെയൊക്കെ അംഗീകരിക്കാനുള്ള ഒരു 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 വിമ്മിഷ്ടം ഉണ്ട്. അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലത് തന്നെയാണ്. അപ്പൊ എന്തായാലും ആശയ്ക്ക് ഒത്തിരി അഭിനന്ദനങ്ങള്. ആഹ് നന്നായി വരട്ടെ എല്ലാ എഴുത്തും. അങ്ങനെ പോകട്ടെ. നല്ല ഭാഷയൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പൊ നന്നായി വരട്ടെ. ആഹ് ഒത്തിരി സന്തോഷം മോളെ കാണാൻ പറ്റിയതിലും. അതുപോലെ തീർച്ചയായിട്ടും ഈ പുസ്തകം എന്തായാലും എൻ്റെ അടുത്ത വായന അല്ലെങ്കിൽ ഞാനത് സ്വന്തമാക്കി തന്നെ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ വേറൊരു കാര്യം തോന്നിയത് ഇപ്പോ ജിഷ ടീച്ചറുടെയൊക്കെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ കൊച്ചിയിലാണ് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു മാറ്റം, ആ ഒരു തലമുറയുടെ മാറ്റമൊക്കെ നമുക്ക് ചില സമയത്തെങ്കിലും കുറേയധികം വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവത്തിൽ വരാറുണ്ട്. അപ്പൊ ഇപ്പോഴും പറയാ ഒരു നാട്ടിൻപുറത്തിന്റെ ഒരു നന്മയൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ മനസ്സിലുണ്ട് എന്നൊക്കെ അറിയുമ്പോ ഒരു സന്തോഷം. അതിനെക്കുറിച്ച് ഇങ്ങനെ അങ്ങനെയുമുള്ള കുട്ടികള് ഉണ്ട്. പഴയ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേക്കും എന്ന് തുടങ്ങിയേ ന്യൂക്ലിയർ ഫാമിലികളൊക്കെ ആയി. അപ്പൊ ആ ഒരു ഇതൊക്കെ വരുമ്പോ വളരെ സന്തോഷം അത് കേട്ടപ്പോഴേക്കും. ഒരു ഗ്രാമത്തിന്റെ ഒരു വിശുദ്ധിയും ഒക്കെയും ഉള്ള ഒരു പുസ്തകം എന്നൊക്കെ കേട്ടപ്പോ വളരെ സന്തോഷം. നന്ദി. കൃഷ്ണകുമാർ സാറെ ഒത്തിരി സന്തോഷം. കുറെ നാൾ കൂടിയാണ് ഞാൻ വീണ്ടും, കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ ഓർക്കില്ല നമ്മള് ആ ഒരു സമയം. ഇന്നിപ്പോ പെട്ടെന്ന് 7 മണിക്ക് ഇത് നോക്കിയപ്പോഴേക്കും നമുക്ക് കണ്ടപ്പോ എന്നും കേറാൻ പറ്റി. കേറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ മറന്നു പോകും. വേറെ പല കാര്യങ്ങളിൽ വിട്ട് ഇത് മറന്നു പോകും. അതാണ് നമ്മൾ കേറാണ്ടിരിക്കുന്നത് പലപ്പോഴും. നല്ലൊരു പങ്ക്തി തന്നെയാണ് മാഷ്ടെ ഈ പരിപാടി. എന്തായാലും സന്തോഷം. ആശയോടെ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ എഴുത്തിന്റെ വഴിയിലേക്ക് വന്നത്? പിന്നെ എങ്ങനെയാണ് ഇത് മാൻകൈൻഡ് പോലുള്ള ഒരു പബ്ലിഷേഴ്സിന്റെ കയ്യിലെത്തുന്നതും പുസ്തകമായതും? അതിന്റെ ഒരു നാൾ വഴികളൊന്ന് പറയാമോ? തീർച്ചയായും. ഞാന് ഇതെന്റെ ആദ്യ ബുക്കാണ് കല്യാണി മാധവം. ഞാനിങ്ങനെ ഒരു നോവല് പോലെ ആകുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചെറുപ്പം മുതല് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊക്കെ പുറത്ത് കാണിക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് ഒന്നും അന്നില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇപ്പൊ ഹസ്ബൻഡിന്റെ പ്രചോദനം വളരെ നന്നായിട്ടുണ്ട്. ഞാനിങ്ങനെ പഴങ്കഥകൾ ഒരുപാട് പറയുന്ന ആളാണ്. കഥ കേൾക്കുന്ന ആളുമാണ്. ബുക്ക് വായിക്കുന്ന ആളുമാണ്. ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഹസ്ബൻഡാണ് ആദ്യം പറഞ്ഞത് എഴുതാൻ. അങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പം ഒരു ഐഡിയ ഇല്ല. ഫാമിലിയിൽ ആരും റൈറ്റേഴ്സ് അല്ല. അറിയുന്ന ആരും തന്നെ റൈറ്റേഴ്സ് അല്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ധൈര്യമായിട്ട് ആദ്യമേ ഗ്രീൻ ബുക്സ്, DC ബുക്സ് ഇങ്ങനെയുള്ള അറിയാവുന്ന പബ്ലിഷേഴ്സിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഗ്രീൻ ബുക്സ് ആണ് ആദ്യം കല്യാണി മാധവൻ പബ്ലിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാൻകൈൻഡിന് കൊടുക്കുകയാ ചെയ്തത്. ഗ്രീൻ ബുക്സ് ത്രൂ അവര് ഒരു സെൽഫ് പബ്ലിഷിംഗ് പോലെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ അത് സെൽഫ് പബ്ലിഷിംഗ് ആയി കഴിഞ്ഞപ്പോ എനിക്കത് പ്രൊമോട്ട് ചെയ്യാനോ ഇവിടെ നിന്ന് മാനേജ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് മാൻകൈൻഡ് അവര് സെക്കൻഡ് നോവൽ നൂൽപ്പാവുകൾ മാൻകൈൻഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവരോട് സംസാരിച്ചപ്പോ അവരിത് ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ പ്രൊമോഷനും സംഭവങ്ങളും ബാക്കി ഇതിപ്പോ ഇതുപോലെ ബുക്ക് ഫെയർ ഒക്കെ വരുമല്ലോ. ഇപ്പൊ ലൈബ്രറി കൗൺസിൽ ഫെസ്റ്റ്, KLF ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോ അവര് തന്നെ ബുക്ക് കൊണ്ടുപോയിക്കോളും. അപ്പൊ പിന്നെ എനിക്കതിനകത്ത് ഒരു ദൂരെ ഇരുന്നുകൊണ്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ മാൻകൈൻഡിൽ എത്തിപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു 7 മാസം കൊണ്ടാണ് ഈ നോവല് എഴുതി തീർത്തത്.
അതെ. 7 മുതൽ ഒരു 8, 9 മാസം ഞങ്ങള് പിന്നെ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഒരുപാട് ഇതിലും വലിയ ബുക്കായിരുന്നു ഇത്. ഞാൻ ആദ്യം എഴുതിയപ്പം ജിഷ ടീച്ചർ പറഞ്ഞ പോലെ ധാരാളിത്തം കാരണം ഞാനിങ്ങനെ ഒരുപാട് അങ്ങട് എഴുതിപ്പോയി. അപ്പൊ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ നോക്കി കഴിഞ്ഞപ്പോ തന്നെ ഇതൊരു 500, 600 പേജിന് എബോവ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു പബ്ലിഷറിന് കൊടുക്കാനോ, പിന്നെ എന്നെപ്പോലെ ഒരു പുതിയ റൈറ്ററിന്റെ ബുക്ക് ഇത്രയും പേജ് ഉള്ള ഇതാവുമ്പോ ആരും വാങ്ങിക്കാനൊക്കെ ഇത് ചാൻസ് കുറവാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് തന്നെ വെട്ടിച്ചുരുക്കിയിട്ടാണ് പിന്നെ ഒരു 380 പേജിൽ എത്തിച്ചത്. അപ്പൊ നല്ലൊരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. അതും കൂടി നടന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? വിപുലമായ ഒരു അല്ല കാവുമ്പാട് തറവാടും ആ കുമരിമുക്കും പിന്നെ അവിടെ അതിന്റെ അയലക്കത്തുള്ള എല്ലാ പറമ്പും സ്ഥലവും കാണാൻ പറ്റുമായിരുന്നു. നല്ലൊരു യാത്രയായേനെ. നന്നായി എന്തായാലും. ടീച്ചറെ കേൾക്കാമോ? ആ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. അപ്പോ എന്താ പറയാ, ഞാൻ ഈ ഒരു കഥയുടെ ഒരു പ്ലോട്ട് കേട്ടപ്പോഴേ ഒരുപാട് എന്താ പറയാ ഗ്രാമവഴികളിലൂടെ അല്ലേ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ച അവിടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യമാണ്. അവര് ഇതേപോലെ ഒരുമിച്ച് കുറെ വർഷങ്ങള് അപ്പൊ അവര് ചേർന്ന് ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം എന്താ പറയാ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾക്ക് പറ്റില്ല എന്നുള്ളത് 2 വർഷം മുമ്പാണ് അച്ഛൻ മരിച്ചത്. അതോടുകൂടി അമ്മയുടെ അവസ്ഥയൊക്കെ ആകെ വല്ലാത്ത കഷ്ടത്തിലാണ് ഇപ്പോ. കാര്യം അച്ഛൻ ഇല്ല എന്നുള്ളൊരു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അമ്മയ്ക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രായം ചെല്ലുമ്പോ നമുക്ക് ഒരു മാത്രമല്ല എത്രയും ഒരുമിച്ച് ഇത്രയധികം വർഷങ്ങൾ ജീവിച്ച ആൾക്കാര് അല്ലെ, അങ്ങനെ. അപ്പൊ ആ ഒരു പ്ലോട്ട് വന്നപ്പോ പെട്ടെന്ന് ഞാൻ കഥ വായിച്ചിട്ടില്ല നോവല്, പക്ഷെ ഉടനെ തന്നെ വായിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു കാര്യം ആശ മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോ അവിടെ ന്യൂസിലാൻഡിലാണല്ലോ, അപ്പൊ എപ്പോഴും ഈ ഒരു ഗൃഹാതുരത്വം അല്ലേ, അവിടെ കടന്നുപോയ വഴികൾ എപ്പോഴും ആ ഒരു ചിന്ത മനസ്സിലുണ്ട്. അപ്പൊ എഴുതുന്നതെല്ലാം ഇങ്ങനെ സ്വാനുഭവങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണോ എഴുത്തില് ഉടനീളം വരുന്നത്? എഴുത്തില് സ്വാനുഭവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നമ്മൾ കാണുന്ന ഒരു ജീവിതങ്ങള്, നമ്മൾ ജീവിച്ച് വളർന്ന ഒരു ചുറ്റുപാട്, അത് എത്രയൊക്കെ എഴുതരുത് എന്ന് വിചാരിച്ചാലും അത് വന്ന് പെടുന്നുണ്ട്. ഞാൻ 2 നോവൽ എഴുതിയതിനകത്തും അതങ്ങനെ വന്നു പെട്ടു. പക്ഷെ അത് അതേപടി ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിതൊരു ഫിക്ഷൻ ആക്കിയിട്ട് തന്നെയാണ് മാറ്റിയെടുത്തത്. ഇതിപ്പം ഈ ജിഷ് ടീച്ചർ പറഞ്ഞ പോലെ നോവലിനകത്ത് കുറെ കഥകള്, കുറെ കാര്യങ്ങള് എന്റെ ബന്ധുക്കള്, എന്റെ മുത്തശ്ശൻ, മുത്തശ്ശി, എന്റെ അമ്മാവൻ, ചിറ്റപ്പന്മാര് അങ്ങനെയുള്ളവരെയൊക്കെ വെച്ചിട്ടും കഥ ഇതിനകത്ത് അവര് കടന്നു പോകുന്ന വഴികള് ഈ കഥയ്ക്ക് ഒരു ആധാരമായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് അവരുടെ കഥയല്ല, ഇത് എന്റെയും കഥയല്ല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതം എവിടെയൊക്കെയോ, ഞാനിപ്പോ നാട്ടിലുള്ള ഒരാളുടെ ജീവിതം പോലും ഈ കുമരിമുക്കിലെ കാവുമ്പാട്ടെ ഈ വീട്ടിലെ ഒരാളുടേതാക്കി ഞാൻ മാറ്റി അങ്ങനെ എഴുതിയിട്ടുണ്ട്, കണ്ടുപോകുന്ന കാര്യങ്ങള്. സന്തോഷം. ഇപ്പൊ ന്യൂസിലാൻഡിലെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തെ കുറിച്ച് ഒരു ന്യൂസിലാൻഡില് കാര്യങ്ങളൊക്കെ പറയും. തീർച്ചയായും. ഇവിടെ ഇപ്പോ ഞങ്ങള് നിങ്ങളെക്കാട്ടിലും ശരിക്കും നാട്ടിലെക്കാട്ടിലും 7.5 മണിക്കൂർ മുന്നിലാണ്. ന്യൂസിലാൻഡിലാണ് ശരിക്കും ആദ്യം സൂര്യോദയം കാണുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഭർത്താവും 2 ആൺകുട്ടികളുമാണ്. മൂത്ത മോന് 9 വയസ്സ്, കുഞ്ഞവൻ 5 വയസ്സ്. അങ്ങനെ ഇരിക്കുന്നു. ഞാൻ കാർഡിയാക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് IT-യിലാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അങ്ങനെ കുട്ടികള് സ്കൂളില്, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുടുംബം പോലെ ജീവിക്കുന്നു. ഇപ്പൊ നല്ല തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. അതിന്റെ ഇടയിലും എഴുതാനുള്ളൊരു സമയമൊക്കെ കണ്ടെത്തുന്നതിൽ ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് നോവലുകൾ, നല്ല നല്ല നോവലുകൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. സിജി ടീച്ചറും ബ്രൂസ്ലി മാഷൊക്കെ ഉണ്ട്. ടീച്ചറെ നമസ്കാരം. ആശ മാഷ്, കൃഷ്ണ മാഷ്, ജിഷ, എല്ലാവർക്കും നമസ്കാരം. ബ്രൂസ്ലി മാഷ് നമസ്കാരം. ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സുഖമില്ലാതെ കിടക്കുക, പനി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാഷോട് പറയാൻ സംസാരിക്കണില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ജിഷയുടെ സംസാരവും. അതുപോലെ ആശ മേഡത്തിന്റെ നോവലും എനിക്ക് തോന്നുന്നു വാക്കുകളുടെ ധാരാളിത്തം അത് വളരെ അനർഗളമായിട്ട് രണ്ടുപേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സംഗതി അതാണെന്ന് തോന്നുന്നു.
രസകരമായിട്ട് നമുക്കത് കേൾക്കാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയ കാലങ്ങളും പഴയ ആൾക്കാരുടെ ജീവിതവും ഒക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. പണ്ടത്തെ അമ്മൂമ്മമാരുടെ അവരിലൂടെ അവർ മുമ്പുണ്ടായിരുന്ന ഒരു കാലത്തെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മാത്രമല്ല, പഴയ കാലത്തെ ആൾക്കാർ ജീവിച്ചിരുന്ന അവരുടെ വാക്കുകളിലൂടെയും നമുക്ക് അന്നത്തെ കാലത്തിന്റെ ഒരു ജീവിതത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കേൾക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടായിരിക്കാം തോന്നുന്നു ആശയ്ക്ക് മനോഹരമായിട്ട് ഈ നോവൽ വായിക്കാനായിട്ട് സാധിച്ചത്. ഇനിയും നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരും. താങ്ക് യു. നമ്മുടെ ലയ ടീച്ചറുണ്ട്, ബ്രൂസ്ലി മാഷുണ്ട്, കുട്ടികളെ പലരും കാണാനുമില്ല. ലയ ടീച്ചറെ കുട്ടികൾ സംസാരിക്കട്ടെ എന്നോർത്ത് നിന്നതാ മാഷെ. കേൾക്കാലോ അല്ലെ ഞാൻ പറയുന്നത്? കേൾക്കാം ടീച്ചറെ, കേൾക്കാം. ആ, നമസ്കാരം ആശ, നമസ്കാരം ജിഷേച്ചി. ഞാനിങ്ങനെ രണ്ടുപേരുടെയും ആ ഒരു ഭാഷയുടെ ഗുണമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആശ ജീവിച്ചു വന്നൊരു സാഹചര്യം ഇപ്പൊ എല്ലാ തലമുറക്കാരും സത്യത്തില് മുകളിലുള്ള രണ്ട് തലമുറയും പുറകെ വരുന്ന രണ്ട് തലമുറയൊക്കെ കാണാറുള്ളതാണ്. മിക്കവർക്കും ചാൻസ് കിട്ടാറുണ്ട്, എല്ലാവർക്കും പറ്റുന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇതുപോലെ മൈഗ്രേഷൻ അനുഭവിച്ചിട്ടുള്ള ആളുകള് ഒരുപാട് ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ ഈ ഒരു തലമുറ പോലെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അധികം ഉണ്ടാവണമെന്നില്ല. ഇപ്പോഴത്തെ പല കുട്ടികളും ജനിക്കുന്നത് അബ്രോഡാണ്. അപ്പോ ഈ കാലഘട്ടത്തിൽ നിന്ന് ഇവിടുത്തെ പരിസ്ഥിതികളും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പോയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റുള്ളൂ. ആള് ജീവിച്ചിരുന്ന എല്ലാ സാഹചര്യവും മനസ്സിൽ എപ്പോഴൊക്കെയോ ഒപ്പിയെടുക്കുകയും എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ അയവിറക്കുകയും അതിനെ ഒരു പ്രത്യേക രീതിയിൽ അത് ഭാവനയും കൂടി ചേർത്ത് വളരെ ഭംഗിയായിട്ട് എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടാണ് ആളത് സെൻസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ആ ജീവിച്ച ഓരോ കാലഘട്ടത്തെയും ഒരുപക്ഷെ ന്യൂസിലാൻഡിൽ ഇരുന്ന് വീണ്ടും മെനഞ്ഞെടുത്തുകൊണ്ടാണ് രണ്ട് തലമുറകളെ ഈ രീതിയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. അതെനിക്ക് തോന്നുന്നു ജിഷ ചേച്ചിയുടെ കയ്യിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോ അത് വളരെ ഭംഗിയായിട്ട് ജിഷ ചേച്ചി അത് പ്രസന്റ് ചെയ്തു. ജിഷ ചേച്ചി എന്ന് പറഞ്ഞാല് വായ തോരാതെ സംസാരിക്കുന്ന ഒരാളാണ് സത്യത്തില്. കിൽക്കാൻ പെട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിഷ ചേച്ചിയേക്കാൾ താഴെ കിലുങ്ങുന്ന ഒരു സംഭവമായിരിക്കുള്ളൂ. അത്രത്തോളം നല്ലൊരു കിൽക്കാൻ പെട്ടിയാണ് ജിഷ ചേച്ചി. പക്ഷെ ജിഷ ചേച്ചിയുടെ ഭാഷയിൽ നമ്മളോടുള്ള സ്നേഹവും ഓമനത്വവും കൊളോക്കിയൽ ഭാഷയൊക്കെ നന്നായിട്ട് കയറി വരുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആശയുടെ പുസ്തകം വായിച്ചതും ആളൊരു മലയാളം ടീച്ചർ ആണല്ലോ, അതിന്റെ ഒരു പ്രാഗൽഭ്യം ഒക്കെ കൂടി ഇവിടെ വളരെ ഒഫീഷ്യലായിട്ട് നിന്നിട്ടാണ് ആള് കുറേയും കൂടി ഭാഷയെ കൈകാര്യം ചെയ്തത്. ജിഷ ചേച്ചിയുടെ പ്രത്യേകതയാണ് ഏതൊരു കഥ വായിക്കുമ്പോഴും, കഥയെന്നല്ല ഏതൊരു കൃതി വായിക്കുമ്പോഴും അത് എഴുതിയ ആളിലൂടെ ജിഷ ചേച്ചി എപ്പോഴും സഞ്ചരിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു കവിത ആയിക്കോട്ടെ, ആള് അത് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതല്ല, പക്ഷെ ആളുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് ഉണ്ടായത്, ആളുടെ എങ്ങനെയാണ് ഓരോ കൃതികളും വിലയിരുത്താറുള്ളത്. എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഒരു കൃതി വായിച്ചാൽ ജിഷ ചേച്ചി രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് ആ റൈറ്ററിനെ തേടി പോയിരിക്കും. അതിന്റെ തുടക്കം ഇവിടെ പറയുകയും ചെയ്തു. കാരണം ജിഷ ചേച്ചി അങ്ങനെയാണ്, രണ്ടാമത്തെ കൃതിയും എടുത്ത് വായിച്ച് ഈ റൈറ്റർ എങ്ങനെയാണ് ഈ ഓരോ കൃതികളിലും അവതരിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള സാമ്യതകൾ എന്തൊക്കെയാണ്, വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്, എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഭാഷ എങ്ങനെയാണ്, പുതുതായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടോ, കാലം എങ്ങനെയാണ്, അത് ജിഷ ചേച്ചിയുടെ പ്രസന്റേഷനിൽ ഉടനീളം ഈ കഥയിൽ അനുഗ്രഹീതമായി തന്നെ ഉണ്ടായിരുന്നു. ആ കാലത്തെ കുറിച്ച് ഒരു കഥ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതിന്റെ കാലം ഉണ്ടായിരിക്കും. ആ കാലം നടത്തുന്ന ചില യാത്രകളുണ്ട്, ആ പ്രോഗ്രസ് ഉണ്ട്. ആ പ്രോഗ്രസിനെ കൃത്യമായി മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ച് ആ സഞ്ചാരത്തിലുടനീളം ആ വഴിവെക്കിൽ ഉണ്ടാകുന്ന ഓരോ ദൃശ്യത്തെയും ആസ്വദിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ട് ആ കാലത്തിലൂടെ സഞ്ചരിച്ചായിട്ട് നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അത് അവതരിപ്പിക്കുമ്പോഴും ആ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയാ ചിത്രഭാഷ സംവേദനം ചെയ്യാനുള്ള ഒരു കഴിവ് തന്നെയാണ്. അപ്പൊ അത് സെൻസ് ചെയ്യുക എന്നുള്ളത്, അത് പറയുക എന്നുള്ളത് എഴുത്തുകാരിയുടെ കാര്യവും അത് വായിക്കുമ്പോൾ സെൻസ് ചെയ്യുക എന്നുള്ളത് വായനക്കാരന്റെയും, ആ അനുഭവിച്ച കാര്യങ്ങൾ എന്തോ അത് മറ്റൊരാൾക്കും കൂടി അനുഭവവേദ്യമാക്കുക എന്നുള്ളത് അത് പ്രസന്റ് ചെയ്യുന്ന ആളുടെ ഒരു ലാംഗ്വേജിന്റെ കഴിവും കൂടിയാണ്. അപ്പൊ അത്തരം രീതിയിൽ ഞങ്ങളും ആ കാലം കണ്ടു, ആ കാലത്തിലുണ്ടായ പരിണാമങ്ങൾ ഓരോന്നേ കണ്ടു. മുത്തശ്ശിയുടെയും കാലഘട്ടത്തില്, കല്യാണിയുടെയും മാധവന്റെയും കാലഘട്ടത്തിലുണ്ടായ വ്യത്യാസങ്ങള്, കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് ആ ഒരു സമയത്ത്. സത്യത്തിൽ എന്റെയൊക്കെ ഒരു ജീവിതത്തിൽ ഇതുപോലെ തന്നെ നടന്നിട്ടുള്ളത്, ടി വി വരുന്നതും ഈ പറയുന്ന ഫോൺ വരുന്നതൊക്കെ നമ്മൾ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. പിന്നീടാണ് ഇതുപോലെ മൈഗ്രേഷനിലേക്ക് പോകുന്നതും
അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും അത് സെൻസ് ചെയ്യണം എന്നില്ല. നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമുക്കെല്ലാം പ്രിയങ്കരമായിട്ട് മാറുന്നത്. അപ്പൊ അതേ രീതിയിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടി തിരിച്ചു വരുമ്പോഴാണ് അവൾ ഈ അച്ഛനും അമ്മുമ്മയും തമ്മിലുണ്ടായിട്ടുള്ള പ്രണയം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യം അതായിരുന്നു ഇത് പറഞ്ഞതിനകത്ത്. ജീവിതത്തിൽ ഒരിക്കലും പിരിക്കാൻ പറ്റാനവരെ മരണത്തിലൂടെയാണ് മക്കള് പിരിച്ചത് എന്നുള്ളത്. വേർപെടുത്തുകയാണ്. മരണമല്ല വേർപെടുത്തിയത് സത്യത്തിൽ. അവർ പക്ഷെ മരണത്തിന് ശേഷം അവർ ഒന്നിച്ചു ചേർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവരെ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഉറങ്ങാൻ അനുവദിക്കാതെ മക്കൾ അത് വേർപെടുത്തുമ്പോഴും ഇത് കണ്ടിട്ടുള്ള മക്കൾക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറൊരു നാട്ടില് ഒരു പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച അച്ഛന്റെ അമ്മയുടെയൊക്കെ സ്നേഹവും ഇതുപോലെ കഥകളൊക്കെ കേട്ട് ഒരു പക്ഷേ ആശയെ പോലെ ആശയൊക്കെ മക്കളോട് കഥകൾ പറയണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതേ രീതിയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയായിരിക്കും ഈ അമ്മാളു. ആ അമ്മാളു തിരിച്ചു വരുമ്പോ അവൾ അത് തിരിച്ചറിയാണ് അച്ഛന്റെ അമ്മമ്മയുടെ ഇടയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു പ്രണയം. അതുപോലെ നമ്മളുടെ കേരളത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണന്മാർ എന്ത് ചെയ്യുന്നു അത് അടുത്ത ജനറേഷൻ. എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ഒരു ജനറേഷനോട് അത് തീരെയാണ്. കാരണം നമ്മളെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തുക എന്ന് പറയുന്ന മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അതിന് മുമ്പുണ്ടായിട്ടുള്ളവർ അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ കാരണന്മാർ ഇങ്ങനെ കാശ് എന്ന് പറഞ്ഞാൽ സമ്പാദിക്കാനുള്ളതാണ്, അത് മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടാനുള്ളതാണ് എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. കാശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഉള്ളതാണ്. അപ്പൊ ഫിലോസഫി ഒക്കെ ശരിക്കും മാറുകയാണ്. ആ മാറ്റങ്ങൾ ഉടനീളം എഴുത്തുകാരിയുടെയും ജിഷി ചേച്ചിയുടെ അവതരിപ്പിക്കലിലൊക്കെ നമുക്കത് സെൻസ് ആവുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ മാനസികമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും അവരെങ്ങനെ ഇതിന് വിലയിരുത്തുന്നു, എങ്ങനെയാണ് കല്യാണിയുടെയും മാധവന്റെയും ജീവചരിത്രം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ പ്രണയം നമ്മളെ സ്പർശിക്കുന്നത്, അവരുടെ മരണത്തിൽ പോലും അവരുടെ പ്രണയവും അവരുടെ വേർപെടലും ഒക്കെ നമ്മളെ എത്രമാത്രം പൊള്ളിക്കുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കാൻ പറ്റി. എഴുത്തുകാരിയുടെ ഭാഷയും അതുപോലെ തന്നെ കാലവും ദൃശ്യാവിഷ്കരണവും ഒക്കെ കൃത്യമായിട്ട് ജിഷി ചേച്ചിക്ക് നല്ല രീതിയിൽ പറഞ്ഞുതരാൻ പറ്റി. അതുകൊണ്ട് തന്നെ കഥാകാരിയെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകം എങ്കിൽ കൂടി പൂർണ്ണമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. കഥ വായിച്ചതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. രണ്ടുപേരോട് ഒരുപാട് സ്നേഹം. ഇനി ഒരുപാട് എഴുതാൻ കഴിയട്ടെ. ഇനി എന്തായാലും ന്യൂസിലാൻഡിലെ ഒരു കഥയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരം രീതിയിൽ വീണ്ടും കണ്ടുമുട്ടാം. ജിഷേച്ചി താങ്ക് യു ഡിയർ. ലേ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ. ഇനി ന്യൂസിലാൻഡിന്റെ ഒരു സാഹചര്യത്തിലുള്ള ഒരു നോവൽ എഴുതും. ഞങ്ങൾക്ക് ഇനി പുറത്തെ കഥകളൊക്കെ വായിക്കണം. ഇനി വ്യത്യസ്തമായ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോഴത്തെ കഥ വന്നിരിക്കുന്നത് ഒരു ബേർഡ്സ് ഐയില് ന്യൂസിലാൻഡിൽ ഇരിക്കുന്ന ഒരാള് ആകെ മൊത്തം 3 തലമുറയും കേരളത്തിന്റെ ഇപ്പോഴത്തെ പശ്ചാത്തലവും ഇവിടുത്തെ ട്രെൻഡുമാണ് ഇപ്പോ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി അവിടെ ചെല്ലുന്ന ഒരാള് സഭയായിട്ട് പുതിയതായിട്ട് ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിൽ നിന്നും അവിടെയും ഒരു ഫിലോസഫിയുടെ ഒരു യുദ്ധം ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കുറെ കഥകൾ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നവരും പോയിട്ട് വന്നവരുടെ മനോഭാവമൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തിരക്കുകൾ പറഞ്ഞു, ഇത് എങ്ങനെ എഴുതണു എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പുറത്തുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ കുഞ്ഞു മക്കളെ വളർത്തിക്കൊണ്ട് വരിക, രണ്ടും നഴ്സിംഗ് ഫീൽഡിലുള്ളവരുടെ തിരക്കറിയാം, രാവും രാത്രിയും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ IT ഫീൽഡിൽ ഹസ്ബൻഡ് ഉണ്ടാവുക, മക്കളെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും, അവരെ തന്നെ വളർത്തുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാറുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. ഇതൊക്കെ സംസാരത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അവിടെ പറയാൻ ഒരുപാട് കഥകളുണ്ട് സത്യം പറഞ്ഞാല്. അവര് നാടിനെ നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ജീവിക്കുന്നവർ, ഇവിടെ ജീവിച്ചിട്ട് അവിടെ പോയിട്ടുള്ള ആളുകളുടെ, നമ്മൾ പ്രവാസികളുടെ ദുഃഖമൊക്കെ പറയുമെങ്കിലും അവര് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. അവിടുത്തെ ജീവിതമൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ട്രാൻസ്ഫോർമേഷന്റെ കാലമുണ്ട്. നമ്മൾ ജനറേഷൻ ഔട്ടാണോ അവിടെ ചെല്ലുമ്പോൾ, നമ്മൾ മോഡേൺ അല്ലയോ, നമ്മളുടെ ഭാഷയും നമ്മുടെ രീതികളൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അവിടെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി സിസ്റ്റം ഉണ്ടായിരിക്കും. നമ്മൾ ഇത്തരം രീതിയിൽ അച്ഛനും അച്ചീച്ചനും അമ്മൂമ്മയും ഒക്കെ ചേർന്നിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ആശയെ തൊടുന്നുണ്ടാവും. ആ തൊടലിൽ നിന്ന് വരാൻ പോകുന്ന ചില കഥകൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ബ്രൂസ്ലി മാഷ് പക്ഷേ ഞാൻ എനിക്കൊരു 7:30-ക്കും ശേഷമാണ് ഇവിടെ വരാൻ പറ്റിയത്. 7:30 കഴിഞ്ഞ് 7:32 ഞാൻ കാത്തു നിൽക്കുക. അപ്പൊ എന്നെ എഴുതി കാണിച്ചു, ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് അകത്ത് കയറ്റിയാൽ മാത്രം നിങ്ങൾക്ക് കയറാം എന്നൊക്കെയുള്ള രീതിയിൽ കാണിച്ചു.
അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ സാജിദ ടീച്ചറാണെങ്കിലും ലയ ടീച്ചറാണെങ്കിലും സിജി ടീച്ചറാണെങ്കിലും ഒരുപാട് മനോഹരം എന്ന് പറഞ്ഞ ജിഷ ടീച്ചറിൻ്റെ ആ ഒരു അവതരണത്തിൻ്റെ അവസാന ഭാഗം മാത്രമേ എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളൊക്കെ തീർന്നു പോയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ലാതായപ്പോൾ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മാഷും ഹീര ടീച്ചറും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും തന്നെയുമല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായ സംസാരങ്ങളിൽ നിന്ന് ഇപ്പം ന്യൂസിലൻഡിൽ നിന്നുള്ള എഴുത്തുകാരി ന്യൂസിലൻഡിൽ നിന്നാണെന്നും നേഴ്സാണെന്നും 2 കുട്ടികളുടെ അമ്മയാണെന്നും ഭർത്താവിൻ്റെയും കൂടി സഹായത്തോടു കൂടി 500 സംതിങ് പേജുകൾ ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തെ 380 പേജുകളിലേക്ക് ചുരുക്കിയത്. ആ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ ലൈ ടീച്ചർ പറഞ്ഞ ഒരു കാര്യത്തിനാണ് കൂടുതൽ. കാരണം നമ്മളുടെ ഇവിടുത്തെ കഥകൾ ധാരാളം എഴുത്തുകാരിലൂടെ നമ്മളിങ്ങനെ ഇപ്പം ഈ കഥ തന്നെ, ഈ കഥയുടെ അവതരണവും അതിനുശേഷം പ്രധാനമായിട്ടും അതിനുശേഷം ലയ ടീച്ചറൊക്കെ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ നമുക്ക് ആ ഓരോ വിളിയും കാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഹൈസ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കഥയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. ആ മറ്റ് വൃദ്ധ ദമ്പതികളുടെ ആ ഒരു സ്നേഹവും മരണത്തിന് ശേഷം പോലും നീളുന്ന കാത്തിരിപ്പും വിളി കാത്ത് ഇരിക്കലൊക്കെ അങ്ങനെ ജീവിക്കണം അവിടെ തന്നെ, ആ വീട്ടിൽ തന്നെ എന്നുള്ളതിൻ്റെയൊക്കെ ആ ഒരു ആഴം നമ്മൾ പല പല കഥകളിലൂടെ അറിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനേക്കാൾ കുറേയും കൂടി ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ന്യൂസിലൻഡിലെ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ജീവിതത്തെ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാൾ ന്യൂസിലൻഡിലെ ജീവിതങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവിടുത്തെ ആ ഒരു ജീവിതാവസ്ഥയെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നൊക്കെ അറിയുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു 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 കഥയാണ് എഴുത്തുകാരിൽ നിന്ന് ഇനി വരാനുള്ളത്. ന്യൂസിലൻഡിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുന്ന ഒരു കഥ മലയാളിക്ക് കുറെ കൂടി തെളിച്ചം നൽകും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാജിദ ടീച്ചർ പറഞ്ഞ ഈ പുതിയ തലമുറയുടെ ചില ശൈലികളിൽ വളരെ വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പറഞ്ഞു. എറണാകുളം നഗരത്തിലെ അല്ലെങ്കിൽ ആ ഒരു പരിസരത്തെ അധ്യാപികയാണെന്നുള്ള രീതിയിൽ ഞാനും ആ ഒരു പരിസരത്തെ അധ്യാപകനാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വേവലാതികൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ തലമുറയിലുള്ള ഒരാൾക്കും ഈ പുതിയ തലമുറയെപ്പോലെ ആ ഒരു മൂല്യസങ്കല്പങ്ങളിലൊക്കെ വലിയൊരു മാറ്റം വന്ന രീതിയിലല്ലാതെ പഴയ മൂല്യങ്ങളെ ഇത്രയേറെ സ്നേഹത്തോടും ആകാംക്ഷയോടും വിലമതിപ്പോടും കൂടി കാണാൻ കഴിയുന്നതിലുള്ള ഒരു അത്ഭുതമൊക്കെ എനിക്ക് തോന്നുന്നു സാജിദ ടീച്ചറിൻ്റെ സംസാരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മലയാളികൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് പോന്നിട്ടില്ല, പക്ഷെ കുട്ടികൾ വളരെ പുതിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണണം, ഏതാണ് ശരി എന്നുള്ള ഒരു അറിയായിക. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ ഈ കേട്ടതിൻ്റെ, ഞാൻ ആ കൃതി വായിച്ചിട്ടില്ല, അവതരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വരികൾ മാത്രമേ കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയൊരു രീതി വെച്ചിട്ട്, പിന്നെ എഴുത്തുകാരിയുടെ തന്നെ സംസാരത്തിൽ നിന്നും ന്യൂസിലൻഡിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ കാലഘട്ടത്തിലെ ഒരു കഥയും ജീവിതവും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും ഇത്രയേറെ ആഴത്തിലും ഒരു അത്രയേറെ ആത്മാവിനെ സ്വാധീനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും പഴയ കാലത്തിൻ്റെ പ്രണയത്തെയും ആ ഒരു വൃദ്ധ ദമ്പതികളുടെ പ്രണയത്തെയും ഒക്കെ വളരെ സ്നേഹവായ്പോടുകൂടി കാണുന്ന ഒരു കഥാകാരിക്ക് മലയാളിക്ക് വേണ്ടി അതിമനോഹരമായിട്ടുള്ള കഥകൾ ന്യൂസിലൻഡിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് അവർക്ക് വലിയൊരു തിരിച്ചറിവാകാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും ആശയ്ക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, ആശംസകൾ. മാഷെ, ഹീര ടീച്ചറെ, സിജി ടീച്ചറെ, ലയ ടീച്ചറെ, ബാക്കിയുള്ള എല്ലാവർക്കും നമസ്കാരം, നന്ദി, താങ്ക് യു. സന്തോഷമുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ന്യൂസിലാൻഡിൽ ഇരിക്കുമ്പോൾ നാട്ടിലത്തെ ആ ഒരു ജീവിത രീതിയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഞങ്ങളൊരു ബ്രിഡ്ജാണെന്ന് പറയും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പോരുകയും ചെയ്തു, ന്യൂസിലാൻഡിലേക്ക് കംപ്ലീറ്റ്ലി ഇവിടുത്തെ ജീവിത രീതിയായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുമില്ല. പക്ഷെ കുട്ടികൾ ഇവിടുത്തെ ഒരു ജീവിത രീതിയിൽ തന്നെയാണ് വളർന്നു വരുന്നതും. അവര് ഞങ്ങൾ വീട്ടിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവര് പഠിക്കുന്ന സ്കൂളും അവരുടെ കൂട്ടുകാരും ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന
ഇവിടുത്തെ കിവികൾ എന്ന് പറയും, ന്യൂസിലാൻഡുകാരെ കിവികൾ എന്നാണ് വിളിക്കുന്നത്, കിവീസ് എന്ന് പറയും. അപ്പൊ ആ കിവീസിന്റെ ആ ഒരു ജീവിത രീതിയാണ് അവർക്ക് കൂടുതലും. അപ്പൊ അവര് ഇന്ത്യൻസ് ആണ്, കേരളൈറ്റ്സ് ആണ് എന്ന് അവര് പറഞ്ഞാലും അവര് കൂടുതൽ ഇവിടുത്തെ ജീവിത രീതി മാത്രം ഫോളോ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ തന്നെ ജീവിക്കാനാണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാടാണ്, ഇവരുടെ സ്കൂളിങ്ങും അതും ഇതും എല്ലാം. പക്ഷെ ഈ ആദ്യം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു നഷ്ടപ്പെടലിന്റെ വേദന മനസ്സിലാകുള്ളൂ എന്ന് പറയുന്നത് തന്നെയാണ്. എല്ലാം നാടിനോട് തന്നെ കമ്പയർ ചെയ്ത് ഇപ്പൊ ഇവിടുത്തെ ഒരു എന്ത് വന്നാലും നാട്ടിലത്തെ ഒരു രീതി തന്നെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങളിപ്പോ ശരിക്കും 5 വർഷത്തോളായി നാട്ടിൽ വന്നിട്ട്. ഈ 5 വർഷത്തിൽ നാടിനുണ്ടായ മാറ്റം എന്താണെന്ന് പോലും അത് ഭയങ്കര ഇമ്മൻസ് ആയിരിക്കും. അത് എത്രയാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്ന ആ ഒരു ഗ്രാമമാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. മാധവന്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു. അപ്പോ മാധവനും ചെത്തിലേക്ക് വന്നു ആദ്യം. പിന്നീട് മാധവന്റെ അനിയനും ചെത്തിലേക്ക് വന്നു. പിന്നീട് മാധവൻ പറയുന്നുണ്ട്, എനിക്ക് മരത്തിലല്ല മണ്ണിൽ പണിയാനാണ് ഇഷ്ടം എന്ന്. അങ്ങനെ മാധവൻ ഇഷ്ടമുള്ളതുപോലെ കയ്യാലപ്പണിക്ക് പോകുന്നു, കൃഷിക്ക് പോകുന്നു. അങ്ങനെയുള്ള എന്ത് പണിയെടുക്കാനും മനസ്സുള്ള ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. എന്റെ മുത്തശ്ശനൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് എന്ത് പണിയും ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേകിച്ച് 80s 90s ഒക്കെ വന്ന കുട്ടികള് ഞങ്ങനൊക്കെ ഞാൻ 90s 80s എൻഡിലുള്ള 87-ലുള്ളതാണ് ഞാൻ. അപ്പൊ അങ്ങനെ വന്നപ്പോ എഡ്യൂക്കേഷൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ എഡ്യൂക്കേറ്റ് ആവുക, പഠിക്കുക, ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുക. പിന്നെ ആ ജോലിയിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അതിനകത്ത് സ്റ്റക്കായി നിന്ന് പോവേണ്ട സാഹചര്യം ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച കാശും അതും ഇതും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ 90s അല്ലെങ്കിൽ 80s 70s ആളുകള് നമ്മള് ഓലവീടിൽ താമസിച്ചിട്ട് വാർക്ക വീട് വരെ എത്തിയിട്ടുള്ള ആളുകളാണ് നമ്മളിൽ പലരും. അപ്പൊ നമ്മള് വീട്ടില് TV വരുമ്പോൾ മോട്ടർ വന്നിട്ട് വെള്ളം അടിച്ച് ടാങ്കിൽ വെള്ളം കയറുമ്പോൾ എന്റെ മുത്തശ്ശിക്ക് ഉണ്ടായ സന്തോഷം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. സ്വിച്ച് ഇട്ടാൽ മതി, വെള്ളം ടാപ്പിൽ കൂടെ അടുക്കളയിൽ വരും, ഈ കുന്തത്തിൽ കൂടെ അടുക്കളയിൽ വരും എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ നമ്മൾ കുട്ടികളെക്കാട്ടിലും സന്തോഷമായിരുന്നു അവർക്ക്. TV വരുമ്പോ അല്ലെങ്കിൽ ചുമ്മാ ഒരു സ്വിച്ച് ഇടുമ്പോ ഫാൻ കറങ്ങുമ്പോ വിശറി വെച്ച് വീശിക്കൊണ്ടിരുന്ന ഒരു ഫാനിന്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോ ഒക്കെയുള്ള അവരുടെ ഒരു സന്തോഷം കുട്ടികളെക്കാട്ടി കൂടുതൽ കണ്ടിട്ടുള്ളതുണ്ട്. നമ്മള് മിക്കവരും തന്നെ അങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വെച്ച് എഴുതിയതാണ്. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എല്ലാവരും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിലും നമ്പൂതിരിമാരുടെ വീട്ടിലൊക്കെ പുറംപണിയാണേലും പാടത്തൊക്കെ പണിയെടുത്തിട്ടുള്ള ആളുകളാണ്. അന്ന് എല്ലാവരും അങ്ങനെ തന്നെ പണിയെടുത്ത് ജീവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് അവര് ഇപ്പോഴും ക്ഷേത്രപ്രവേശന വിളംബരവും അതും ഇതും എല്ലാം കഴിഞ്ഞിട്ട് ഒരു നാട്ടിൽ ആ ഒരു തിരിച്ചുവേദം അതല്ലെങ്കിൽ ആ ഒരു വർഗീയത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, മാറി കഴിഞ്ഞിട്ടും അവരെന്നും തമ്പ്രാട്ടിയായിരുന്നു. തമ്പ്രാട്ടിയും തമ്പ്രാനും ആയിരുന്നു. അവര് മുറ്റത്തിന് ഇപ്പുറമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ അച്ഛൻ വന്നപ്പോ എന്റെ അച്ഛന് അന്നത്തെ തിരുമേനിയുടെ മകൻ കൂട്ടുകാരനായിരുന്നു. എന്റെ അനിയന് ആ തിരുമേനിയുടെ മോൻ. അവർ ഒരു ബൈക്ക് കറങ്ങി നടക്കണ കൂട്ടുകാരായി. അപ്പൊ പോലും കൂടെയും എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആ വഴിക്ക് ഇപ്പുറത്തേക്ക് നിൽക്കത്തുള്ളൂ. അവർക്ക് അവിടെ കയറാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും അമ്പലത്തിൽ കയറാൻ പേടിയായിരുന്നു അവർക്ക്. അന്നൊന്നും നമ്മളെ അനുവദിച്ചിട്ടില്ല. അതൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. നമ്മൾക്ക് പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോ അത് അനുഭവിക്കാനുള്ള മടിയും ഒരു കാലത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ട് തന്നെ ആയിരുന്നിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ന്യൂസിലാൻഡിന്റെ ഒരു കഥ എഴുതണമെന്നുണ്ട്. ഒരുപാട് മലയാളികളുടെ ജീവിതം നേരി കാണുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നതൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ പിള്ളേര് തന്നെ വളരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിയുമ്പം പെട്ടെന്ന് ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് അസുഖം വരും, കുട്ടികളെ നോക്കാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ അവര് തന്നെ മുൻകൈ എടുത്ത് അവര് തന്നെ ഞങ്ങൾ തന്നെ വളർന്നോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത് തീർച്ചയായും ഒരു കഥ എഴുതും. ആദ്യം ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മുതൽ ഇപ്പൊ ഇവിടെ എത്തിയത് വരെ ഒരു വലിയ കഥയാണ്. എന്തായാലും സന്തോഷം. എഴുത്തുകാരിയായാലും പുസ്തകം നിരൂപിച്ച ആളായാലും വാക്കുകളുടെ ജന്മികളാണ്.
രണ്ടുപേരും അസലായിട്ട് നമ്മളോട് സംസാരിച്ചു. നല്ല നിരൂപണമായിരുന്നു. നല്ല എഴുത്തനുഭവമായിരുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടി പുസ്തകങ്ങൾക്കൊപ്പം പല മനുഷ്യരെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അത്ര അടുത്ത് ഇപ്പോ ആശയെ കഴിഞ്ഞിപ്പോ വളരെ അടുത്തൊരു സുഹൃത്തായി മാറിക്കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരു മറ പോലും ഇല്ലാതെ ഉള്ള ഇടപെടലുകളായിരുന്നു. അതൊക്കെ വലിയ സന്തോഷം പകരുന്നുണ്ട്. നമ്മുടെ കുട്ടികള് ഹോസ്റ്റലില് മെസ്സിന്റെ ഇതിങ്ങനെ കാത്തു നിൽക്കണം. നമ്മുടെ സമയം അതിക്രമിച്ചു 1.5 മണിക്കൂറോളം ആകാറായി. എന്തായാലും ഇന്ന് ശരിക്കും 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ജീവിതം അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ നല്ല എഴുത്തുകാരാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു. ഇപ്പോ വീട്ടിൽ നിന്ന് ന്യൂസിലാൻഡിലേക്കുള്ള യാത്ര ഇനിയൊരു കൃതിയായി വരുമെന്ന് പറഞ്ഞപ്പോ ആ ഫ്ലൈറ്റിൽ ഇരുന്ന ഇരുത്തം മുതൽക്ക് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങി ഇന്നുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് വരേക്കുള്ള എല്ലാം ഒരു മൈൻഡ്ഫുൾ ആയിട്ട് അനുഭവിച്ച ഒരാളായിരിക്കും ആശ. അതുകൊണ്ടാണ് ഇത്തരം എഴുത്തുകൾ സാധിക്കുന്നത്. ഒരുപക്ഷെ MT ആയാലും ബഷീർ ആയാലും നല്ല എഴുത്തുകളൊക്കെ വരുന്നത് ജീവിതവും ഭാഷയുടെ ഒരു ലാളിത്യം കൊണ്ട് തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. ഈ പുതിയ കാലത്ത് ശരിക്കും 12 മാസവും വായനയുടെ വസന്തമായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ പുസ്തകങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ എത്ര പതിപ്പുകളാണ് ഇപ്പൊ നമ്മുടെ ഇന്ന് ചർച്ച ചെയ്ത പുസ്തകം തന്നെ 6 മാസം കൊണ്ട് 7 പതിപ്പ്, 7 മാസം കൊണ്ട് 6 പതിപ്പൊക്കെ ഇറങ്ങി എന്ന് പറയുമ്പോൾ അത്രമാത്രം അത് വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ശരിക്കും മാൻകൈൻഡ് എന്ന വാക്ക പബ്ലിഷേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ. നമ്മുടെ നിമ്മയായാലും ആശയായാലും ഇത്രയും അവര് ലോകമെമ്പാടും എത്തിക്കുന്നതിന്റെ ഒരു കഥ പ്രത്യേകം പറയേണ്ടതാണ്. ഇപ്പൊ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ മാൻകൈൻഡിന്റെ ബുക്സ് ആയിരുന്നു നമ്പർ 1 സെയിൽസ് എന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ അത് വായനയെ എത്തിക്കുന്നുണ്ട്. ശരിക്കും വൈറൽ ട്രെൻഡി അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ ഇന്ന് വ്യാഴാഴ്ച വായനാഴ്ചയിൽ നമ്മുടെ കൂടെ ഉള്ളതെന്ന് അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. ഇപ്പൊ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസും എത്രമാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ശരിക്കും അതൊക്കെ വലിയ സന്തോഷമാണ്. എന്തായാലും ഈ എങ്ങനെ ഇത്രയും ഒരു ഗ്രാമ്യമായ ഒരു കാര്യത്തെ ഇത്രയും പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്നത് ഇപ്പോഴും വായനക്കാരുടെ മുന്നിൽ ഒരു അത്ഭുതം തന്നെയാണ് ആശ. ആശ ശരിക്കും നമ്മളിലൊക്കെ ഒരു വിസ്മയം പടർത്തുന്നുണ്ട്. ഈ കഥ പറച്ചിലിന്റെ ഒരു പുതുമ ഉണ്ട് അതിൽ. എന്തായാലും ആരും ഇതുവരെ ഉപയോഗിക്കാത്തൊരു തന്ത്രം ആശ നല്ലവണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ. ശരിക്കും പോസിറ്റീവ് റൈറ്റിംഗ് ആണ്. അതിനകത്ത് കുറെ നെഗറ്റീവ് സങ്കടങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു പോസിറ്റിവിറ്റിയുടെ നാട്ടുനന്മകളുടെ ആഖ്യാനം എന്നാണ് അതിനെ പറയുന്നത്. എന്തായാലും അത് സത്യമായി ഭവിക്കുന്നുണ്ട്. സർവോപരി അതൊരു പോസിറ്റീവ് റൈറ്റിംഗ് ആണ്. നമുക്ക് പല ആവർത്തി വായിക്കാൻ തോന്നുന്നുണ്ട് ആ പുസ്തകം. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം. വാങ്ങിയത് ആർക്കും കൊടുക്കാനും തോന്നുന്നില്ല. അതങ്ങനെ ഒരു സ്വാർത്ഥത ആ പുസ്തകത്തോട് തോന്നുന്നുണ്ട്. ശരിക്കും ഈ ജീവിതത്തിന്റെ പരിണാമം നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഞാനൊക്കെ ഇവിടെ വീട്ടിൽ അനുഭവിക്കുന്നതാണ്. ഫാൻ തിരിഞ്ഞതിന്റെ ചോട്ടിലിരുന്ന് ഊണ് കഴിച്ചതും അത് ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് ഫാൻ വെച്ചത്. പക്ഷെ ഊണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിച്ച കാലമൊക്കെ ഓർക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷവും വളരെ സ്നേഹവും തോന്നുകയാണ്. നമുക്ക് സമയം വൈകിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറേയും കൂടി സംസാരിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഒരു ആകാംക്ഷ അതിപ്പോഴും അവസാനിക്കുന്നില്ല. ഇനി എന്തെന്നുള്ള ആശയം, ഇനി നമുക്ക് എന്ത് എഴുതുമെന്നുള്ള ഒരു ആകാംക്ഷ. ആ ആകാംക്ഷ ഈ നോവലിൽ ഓരോ പേജിലും ഉണ്ട് കേട്ടോ. അതാണ് ആ 500ഓളം പേജ് നമുക്ക് 2 ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീരുന്നത്. പഠിക്കാനും പഠിപ്പിക്കാനുള്ളത് വായിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ആശയുടെ പുസ്തകം വായിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു മാന്ത്രികത ഉണ്ട്. എന്തായാലും എഴുത്തുകാരിയുടെ ഒരു ഇന്റലക്ച്വൽ ഹോണസ്റ്റി അതിനകത്തുണ്ട്. സ്വാനുഭവം എന്തായാലും അതിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും സുന്ദരമായി എഴുതാൻ സാധിച്ചത്. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വളരെ മനോഹരമായിട്ട് മോഡറേറ്ററായ ആതിരയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. സ്വാഗതം പറഞ്ഞ ലിഖിത സുന്ദരമായി പറഞ്ഞു. ഇനി നമുക്ക് നന്ദി പറയാനുള്ള നേഹ പോയിന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല. ആതിര ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. 2-3 പേര് കൂടിയിട്ട് ഒരു മൈക്കിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി വൈകിക്കണ്ട. അപ്പൊ ആശ, വളരെ സന്തോഷം. ഫോൺ നമ്പർ വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും വാട്സപ്പ് വഴിയൊക്കെ ബന്ധപ്പെടാം. അപ്പൊ ആതിര പറഞ്ഞോളൂ. മനോഹരമായ വായനാനുഭവം പങ്കുവച്ച ജിഷ ടീച്ചർക്കും എഴുത്തനുഭവം പങ്കുവച്ച എഴുത്തുകാരി ആശ അഭിലാഷിനും ചർച്ചയിൽ പങ്കുവച്ച ഓരോരുത്തർക്കും നന്ദി പറയുന്നതിനായി 1ാം വർഷ മലയാളം B.Ed വിദ്യാർത്ഥിനി നേഹ C. കിഷോറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. SNM ട്രെയിനിങ് കോളേജ് മൂത്തക്കുന്നം അവതരിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണമായിട്ടുള്ള വ്യാഴാഴ്ച വായനാഴ്ചയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പുസ്തക നിരൂപണം നടത്തിയ SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി
അധ്യാപികയുമായിട്ടുള്ള ജിഷ കാർത്തികയ്ക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ നമുക്ക് വായിച്ച ഒരു അനുഭവം അതേ ഒരു അനുഭവത്തോടു കൂടെ നമുക്ക് പങ്കുവെച്ച് തരികയും ഒരു ടീച്ചറുടെ ഒരു ശൈലിയാണ്, ഭാഷാ ശൈലിയാണ് ഞാൻ ഏറെ ശ്രദ്ധിച്ചത്. ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയില് വളരെ രസകരമായി തന്നെ ആ ഒരു രചനയെ നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് മിസ്സിന് സാധിച്ചിട്ടുണ്ട്. ജിഷ കാർത്തിക അദ്ദേഹത്തിന് അവർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. കല്യാണി മാധവം എന്ന ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവായിട്ടുള്ള ആശ അഭിലാഷ് ഇത്രയും സമയം നമുക്ക് വേണ്ടി, എത്ര തിരക്കിലും നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം കൂടെ ഉണ്ടായതില് ഉള്ള നന്ദി അറിയിക്കുകയാണ്. SNM ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്, വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറ്, ഹീര ടീച്ചർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ലയന, സ്വാഗതം പറഞ്ഞ ലിഖിത, മോഡറേറ്ററായ ആതിര തുടങ്ങി ഈ പുസ്തക പരിചയത്തിൽ പങ്കെടുത്ത മുഴുവൻ പുസ്തക സ്നേഹികളെയും SNM ട്രെയിനിങ് കോളേജിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.